അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഇവ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മക്കളെയും കൊണ്ട് പോവുകയാണല്ലേ, അല്ലേ? അതിനേക്കാൾ സന്തോഷം മറ്റൊന്നിനും ഇല്ല. നമ്മളെ മക്കളെ നമ്മുടെ കുറേ നാളുകളായിട്ട് പിരിഞ്ഞ് ഇരിക്കുകയാണ്, അവർ നമ്മളെയും പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിന് എത്രത്തോളം കുളിരുണ്ടോ അതിനേക്കാൾ കുളിർ അനുഭവിക്കുന്നത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മോടൊപ്പം നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ മക്കൾ. അതുകൊണ്ട് തന്നെ ആ ആനന്ദത്തിലും ആഹ്ലാദത്തിലൊക്കെയാണ് നമ്മളിവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ പാരൻസ്, നമ്മൾ ഉമ്മമാരും ഉപ്പമാരും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ തന്നെയാണ്, അല്ലേ? കാരണം സോഷ്യൽ മീഡിയാസ് തുറന്ന് നോക്കുമ്പോൾ, പത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ വാർത്തകളും ഒക്കെ നമ്മുടെ മക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ അഡോളസൻ്റ് പീരീഡിലുള്ള, അല്ലെങ്കിൽ കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഉള്ളിലുണ്ടാവുന്ന ഉള്ളിലുണ്ടാവുന്ന ആശങ്ക, ഇത് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. 2 ആഴ്ചകൾക്ക് മുൻപേ എൻ്റെ ക്ലിനിക്കിലുണ്ടായൊരു അനുഭവമാണ്. ഒരു ഉമ്മ അവരുടെ ഇണ മകനെയും കൊണ്ടാണ് ക്ലിനിക്കിലേക്ക് വന്നിട്ടുള്ളത്. മകൻ അകത്ത് കയറുമ്പോൾ മകൻ്റെ ശരീരം മുഴുവൻ പച്ച കുത്തിയിട്ടുണ്ട്. ഉമ്മയുടെ വസ്ത്രധാരണയിൽ നിന്നും മുസ്ലിംസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കയറി വരുന്ന സമയത്ത് അവൻ്റെ കയ്യിലെ വിരലുകൾ ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും പച്ച കുത്തിയിട്ടുണ്ട്, ടാറ്റു അടിച്ചിട്ടുണ്ട്. മുടിയൊക്കെ വളർത്തി അതിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കംപ്ലീറ്റ്ലി നിറമൊക്കെ കൊടുത്ത്, കഴുത്തിൽ മാലയൊക്കെ ഇട്ട്, കയ്യിൽ ചരടുകളും അതുപോലെ പല കളേഴ്സിലുള്ള വളകളാണോ കൈ ചെയിനാണോ എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുപോലെയൊക്കെ അണിഞ്ഞ് ഏത് നാട്ടുകാരനാണ് അല്ലെങ്കിൽ ഏത് മതവിശ്വാസിയാണ് എന്നൊന്നും അവനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധമായിരുന്നു അവൻ്റെ രൂപം. അങ്ങനെ അവനെയും കൊണ്ടുവന്നിരുന്ന് ഉമ്മ പറഞ്ഞു തുടങ്ങി. അവനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടറെ, എൻ്റെ മോന് ഹാഫിളാണ് എന്നാണ്. ആ മോനെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മോന് ഹാഫിളാണ്, ഖുർആൻ മനഃപ്പാഠമാക്കി എന്നതിൽ ഏറ്റവും അത്ഭുതം നിറഞ്ഞ കാര്യം 2 വർഷം കൊണ്ട് അർത്ഥസഹിതമാണ് എൻ്റെ കുട്ടി ഖുർആൻ മനഃപ്പാഠമാക്കിയത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മുഴുവനാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഉമ്മാക്ക്. കാരണം കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഞാൻ മകൻ്റെ അടുത്ത് പുറത്തിരിക്കാൻ പറഞ്ഞു. പിന്നീട് ഉമ്മ പറഞ്ഞു തുടങ്ങുകയാണ്, കുഞ്ഞുനാൾ മുതലേ എല്ലാ മതചിട്ടകളും ശീലിപ്പിച്ച് പഠിപ്പിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ് കുഞ്ഞിനെ ഞങ്ങൾ വളർത്തിയത്, ഞങ്ങളുടെ മോനെ ഞങ്ങൾ 2 പേരും വളർത്തിയത്. മദ്രസ വിദ്യാഭ്യാസം ആ നാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച മദ്രസയിൽ ഏറ്റവും അവസാനത്തെ ക്ലാസ് വരെ അവനെ പഠിപ്പിച്ചു. എല്ലാ ഇബാദത്തുകളും മുറ പോലെ നിർവഹിക്കാൻ അവനെ നിർബന്ധിച്ച് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പക്ഷേ കുഞ്ഞുനാൾ മുതലേ അവന് പുറത്തു പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് പുറത്തു പോകണം. അങ്ങനെ പുറത്തു പോകുന്നതിൻ്റെ മുൻപേ അവനെ 2 വർഷം ഖുർആൻ പഠിപ്പിച്ച് ഹാഫിളാക്കുകയും ചെയ്തു. അർത്ഥസഹിതം അവനെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം അവൻ്റെ ആഗ്രഹമാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അവനെ പുറത്ത് പറഞ്ഞയച്ചു. അങ്ങനെ പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഉമ്മയും ഉപ്പയും തീരുമാനിക്കുകയാണ്, മകനെ ഒന്ന് വിസിറ്റ് ചെയ്യാം, മകനെ ഒന്ന് പോയിട്ട് കാണാം. പോയി കാണുന്നത് ഒരു വെറൈറ്റി വിസിറ്റാണ് അവിടെ നടന്നത്. എന്താണെന്ന് വെച്ചാൽ സർപ്രൈസ് വിസിറ്റാണ് അവർ പ്ലാൻ ചെയ്തത്. മോൻ്റെ അടുത്ത് പറയണ്ട,
നേരത്തെ വിളിച്ച് പറയൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് അവൻ്റെ അടുത്ത് കയറി ചെല്ലാം. പെട്ടെന്ന് അവൻ ഉമ്മാനും ഉപ്പാനും കാണുമ്പോൾ ഉള്ള ഒരു അത്ഭുതപ്പെടലുണ്ടാവും അല്ലേ? പറയാണ്ട് മക്കളടുത്ത് കയറി ചെല്ലുമ്പം അവൻ്റെ മുഖത്തുണ്ടാവുന്ന, അല്ലെങ്കിൽ അവളുടെ എക്സ്പ്രഷൻ, ആ മുഖത്തിൽ കാണുന്ന എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം ഉണ്ടാവുള്ളൂ. ആ ഒരു കൗതുകം, ആ ഒരു അതിർപ്പം കാണാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയും ഉപ്പയും മോൻ്റെ അടുത്ത് പറയാതെ ആരടുത്തും അവൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്ഥാപനത്തിൽ കയറി ചെല്ലുകയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ എത്തിയ സമയത്ത് അവനെ കാണുന്നത് ഈ രൂപത്തിലാണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു, ആ രൂപത്തിലാണ് ഈ മകനെ ആ ഉമ്മയും ഉപ്പയും കാണുന്നത്. തളർന്നു പോവുകയാണ് ഉമ്മ. ഉമ്മക്ക് പിന്നെ ഒരു വാക്ക് പോലും സംസാരിക്കാനോ മിണ്ടാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമ്മ അപ്പം തന്നെ ബോധക്ഷയയായി വീഴുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അവിടെ നിന്നൊക്കെ എടുത്താണ് ഇങ്ങോട്ട് ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ഉമ്മയുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഉപ്പയും ഉമ്മയും പുറത്തിറങ്ങി മോനെ വിളിച്ച് അരികിലിരുത്തി. മോൻ്റെ അടുത്ത് ചോദിച്ചു. അവൻ ഭയങ്കര നെർവസാണ് ആൾ, ഒട്ടും അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ചെയറിലിരിക്കുക എണീക്കുക അങ്ങനൊരു പ്രവണതയായിരുന്നു. അവനൊന്ന് കൂളാക്കി അവനെ കസേരയിൽ ഇരുത്തിയതിന് ശേഷം ചോദിച്ചു, ഇതെന്താ ഈ മേലത്തൊക്കെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. പറഞ്ഞു, രസമല്ലേ, വൈബല്ലേ ഡോക്ടറെ, ഇതൊക്കെയല്ലേ ലൈഫ്, ഇതൊക്കെയല്ലേ വൈബ് ലൈഫ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എന്താ നീ ഹാഫിളാണല്ലേ? അൽഹംദുലില്ലാ, അർത്ഥസഹിതം ഖുർആനൊക്കെ പഠിച്ച മോനാണ്, നിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സ്വർഗ്ഗമാണല്ലേ നീ എന്ന് ചോദിച്ചു. പറഞ്ഞു, അതങ്ങനെ തന്നെ ആയിരിക്കും, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സ്വർഗ്ഗമായിരിക്കും, അതിനാണല്ലോ അവരെന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഉമ്മ ഇപ്പം ചെയ്യിപ്പിച്ചതാണോ എന്ന ചോദ്യത്തിന് അവൻ പറഞ്ഞു തുടങ്ങി, എനിക്കൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തു പോവുക എന്ന് പറഞ്ഞത്. ചെറുപ്പം മുതലേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. എനിക്കിഷ്ടമേ ഇല്ലാത്ത കാര്യമായിരുന്നു ഇത്. ഓരോ നേരവും നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ കൂടും ഉമ്മ. ചില ദിവസങ്ങളിൽ എന്നെ വഴക്ക് പറയും. ഉപ്പ വന്നാൽ പിന്നെ അടിയാണ്, അടിച്ച് എന്നെ നിസ്കരിപ്പിക്കും. അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഈ പുരയിൽ നിന്നൊന്ന് പോകണം, എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരുടെ അടുത്തുനിന്നൊന്ന് പോയി എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ളൊരു സാഹചര്യത്തിലെത്തണം. അവിടെ എന്താണ്, ഒരൊറ്റ ജീവിതമല്ലേ നമുക്കുള്ളൂ. ഈ കുട്ടി പറയുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളുടേക്ക് എത്തിക്കുന്നത്. ഒരൊറ്റ ജീവിതമേ നമുക്കുള്ളൂ. ആ ജീവിതം ആഘോഷമായിട്ട് ജീവിക്കണ്ടേ? ആ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കണ്ടേ ഡോക്ടറെ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ അവന് പറഞ്ഞു തുടരുകയാണ്, ചെറുപ്പം മുതലേ ഇത് നിസ്കാരത്തിൻ്റെ കാര്യം മാത്രമല്ല, നോമ്പ് നോൽക്കുന്ന കാര്യമാണെങ്കിലും, വീട്ടിൽ നേരത്തെ വരുന്ന കാര്യമാണെങ്കിലും, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും വീട്ടിൽ കയറി വരുന്ന കാര്യമാണെങ്കിലും, ഇതിലൊക്കെ ഉമ്മ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും, എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, എന്നെ തല്ലിക്കൊണ്ടിരിക്കും, എന്നെ വേദനിപ്പിക്കും, എന്നെ പ്രാഗി പറയും. ഈ ശല്യം സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞത്. അതിന് ഉമ്മ ഒരു കണ്ടീഷൻ വെച്ചു, നീ ഹാഫിളായാൽ ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നിന്നെ വിടാം, ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നിന്നെ പറഞ്ഞേക്കാം, കണ്ടീഷൻ നമ്പർ 1. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഉമ്മാൻ്റെ ഉപ്പാൻ്റെ നിർബന്ധപ്രകാരം സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്യാണ്. ഖുർആൻ പഠിച്ചു, അർത്ഥസഹിതം ഖുർആൻ പഠിച്ചു. ഓരോ ദിവസം കഴിയുമ്പോഴും അവൻ പറയുക, ഡോക്ടറെ, ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ഖുർആനിങ്ങനെ ഞാൻ വേഗം പഠിച്ചു തീർത്തു. കാരണം എന്താ? ഐ വാണ്ട് ടു ഗോ ഔട്ട്, എനിക്ക് പുറത്ത് പോകണം. ഐ വാണ്ട് ടു ലീവ് മൈ ലൈഫ്, എനിക്ക് എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ. അങ്ങനെ മനോഹരമായിട്ട് വിചാരിച്ചതിലും ഫാസ്റ്റായിട്ട് എനിക്ക് ഖുർആൻ പഠിച്ചു തീർക്കാൻ പറ്റി. ഞാൻ എൻ്റെ വീട്ടിലെത്തി. അടുത്ത എൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണേ, ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നത്, പുറത്ത് പോവുക. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഫ്രീഡം കിട്ടി. എന്തൊക്കെയായിരുന്നോ എന്നെ വെറുപ്പിച്ച് എനിക്ക് ഇഷ്ടമില്ലാതെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, അതിൽ നിന്നൊക്കെ എനിക്ക് മോചനം കിട്ടി. ഞാനിപ്പോൾ ലൈഫ് ആസ്വദിച്ച് ജീവിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് കുട്ടി പുറത്തു പോവുകയാണ്. ഉമ്മാനും ഉപ്പാനും വിളിച്ചു. അവരെടുത്ത് വിളിച്ച് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ മകനെ വളർത്തിയിരുന്നത്? ഈ ഉമ്മ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, ചെറുപ്പം മുതലേ എല്ലാം ശീലിപ്പിച്ച്, എല്ലാം പഠിപ്പിച്ച്, എല്ലാം നിർബന്ധിച്ച് അവനെ കൊണ്ട് ചെയ്യിച്ചു എന്ന്. ഇവിടെ ഈ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനത് കേട്ട്
ഞാനതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തോന്നിയ ഒരു ഫീൽ തന്നെയാണ് എൻ്റെ ഉള്ളിലും ഉണ്ടായത്. ഇങ്ങനെയൊക്കെ വളർത്തിയ ആ കുട്ടി, എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ ചീത്തയായി പോയി, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു രൂപത്തിലേക്ക് ആ കുഞ്ഞായി തീർന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്? പിന്നെ എന്താണ് നമ്മൾ വളർത്തേണ്ടത്? നമ്മൾ കേൾക്കും പരിശുദ്ധ ഖുർആൻ, അത് പഠിച്ചു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ ഒരു തെറ്റിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല, അല്ലെങ്കിൽ തെറ്റിലേക്ക് നമ്മൾ വീണു പോവില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് അല്ലേ? നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾ വഴി തെറ്റി പോവാതിരിക്കാൻ, അവരേറ്റവും നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നല്ല സ്ഥാപനങ്ങൾ കണ്ടെത്തി അത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് ചേർക്കുകയാണ് മക്കളെ. അല്ല, ഇത്തരം കുട്ടികൾ തന്നെയാണ് നാളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്തിട്ടും എന്തുകൊണ്ട് മക്കൾ നമ്മളിൽ നിന്നും പോകുന്നു? ഈ ഒരു അനുഭവം എൻ്റെ മുന്നിൽ വന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കാറുള്ളൊരു കാര്യമാണ്. മക്കളുണ്ടായ സമയം മുതൽ 3 ആൺകുട്ടികളാണ്. അവർ ജനിച്ച സമയം മുതൽ ഞാനും എൻ്റെ ഇണയും എടുത്തൊരു നെയ്യത്താണ് 3 പേരെയും ഹാഫിളാക്കണം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു നെയ്യത്ത് മനസ്സിലുണ്ട്. ഈ സമയത്താണ് ഇങ്ങനൊരു അനുഭവം മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. സ്വാഭാവികമായും എവിടെയാണ് പിഴച്ചു പോയത്, എവിടെയാണ് തെറ്റ് പറ്റിപ്പോയത് എന്ന ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ വീണ്ടും വരികയാണ്. അവിടെ ഒരു പഠനം ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു കൗൺസിലിംഗ് എന്നതിലപ്പുറം ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു അവിടെ. അത് 3 കാര്യങ്ങളാണ്. ഇത് ഒരനുഭവത്തിൽ നിന്നല്ല, ഇതുപോലെയുള്ള അനവധി അനുഭവങ്ങളാണ് മറ്റൊരുമ്മ പറഞ്ഞത്. ഉമ്മ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് മകളെയായിരുന്നു. കാരണം മകൾ കല്യാണം കഴിഞ്ഞ കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിക്ക് ദാമ്പത്യ ജീവിതം ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, ഭർത്താവുമായിട്ട് ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിട്ടാണ് അവർ വന്നിരുന്നത്. ആ കൂട്ടത്തിൽ മകളുടെ വിഷമങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ റിക്കവറായി തുടങ്ങിയപ്പോൾ ആ ഉമ്മ അവസാന ക്ലിനിക്കിൽ പോകാൻ നേരം പറഞ്ഞതാണ്, ഡോക്ടറെ എനിക്കെൻ്റെ മോനെയും കൂടെ ഒന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. എൻ്റെ മോന് ഹാഫിളാണ്, ഖുറാൻ പഠിച്ച കുട്ടിയാണ്. പക്ഷേ അവനിപ്പോൾ ഒരു നേരം പോലും നിസ്കരിക്കില്ല, ഒരു നേരം പോലും നിസ്കരിക്കാൻ അവന് മടിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേലേക്ക് ഇങ്ങോട്ട് ചാടാൻ വരും, എൻ്റെ അടുത്ത് മറുത്ത് ഉത്തരങ്ങൾ പറയാൻ തുടങ്ങും, എൻ്റെ അടുത്ത് വഴക്ക് പറയാൻ തുടങ്ങും, എന്നെ അവൻ അടിച്ചമർത്തും. ഈ നിസ്കാരത്തിൻ്റെ കാര്യം പറയുമ്പോഴേ അവന് വെറുപ്പാണ്. അതുപോലെ പഠിച്ച ഖുർആൻ ആയത്തുകളൊക്കെ അവൻ മറന്നുപോയിട്ടുണ്ടാവും, അവന് ദൗറ ചെയ്യുന്നില്ല, അവനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവന് മറന്നു പോയിട്ടുണ്ടാവും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്കൊന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുവരണമെന്ന് ഒരു ഉമ്മ പറഞ്ഞുവെങ്കിൽ അതൊരു ഉമ്മയുടെ അനുഭവമല്ല, അനവധി അനുഭവങ്ങളാണ് ഇങ്ങനെ കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്മേൽ നടത്തിയ ഒരു പഠനം, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്ന മനസ്സിലാക്കലിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ആൻസർ എന്താണെന്നറിയോ? നമ്മൾ മക്കളെ പല കാര്യങ്ങളും നിർബന്ധിച്ച് നമ്മൾ ചെയ്യിപ്പിക്കും അല്ലേ? ഇത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിസ്കരിക്ക്, നീ സുബഹിക്ക് എണീക്ക്, നിസ്കരിക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ എന്തിനാണ് സുബഹിക്ക് എണീക്കുന്നത്, എന്തിനാണ് സുബഹിക്ക് എണീറ്റ് നമ്മൾ നിസ്കരിക്കുന്നത് എന്നൊരു കാര്യം കൂടി ആ കുഞ്ഞിന് പകർന്ന് നൽകുമ്പോൾ, അവൻ്റെ കൂടെ നിന്ന് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവനെ അരികിലിരുത്തി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, അത് അഡോളസൻ്റ് പീരീഡിലല്ല, 18 വയസ്സ് കഴിഞ്ഞിട്ടല്ല, കുട്ടികളുടെ തലച്ചോറ് വളരുന്ന സമയത്ത്, ആ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ച സംഭവിക്കുന്ന സമയത്ത് നമ്മളത് നൽകുമ്പോൾ, അപ്പോൾ ആ ന്യൂറോൺസിൻ്റെ അകത്ത് ആ അറിവ് അവിടെ ഇംപ്രിൻ്റായി വെക്കുകയാണ്, അത് അതിനകത്ത് ഇൻസേർട്ടായി കിടക്കുകയാണ്, പിന്നെ അത് പുറത്തേക്ക് പോകുന്നില്ല. അതോട് കൂടിയിട്ടാണ്, ആ ചിന്തകളോട് കൂടിയിട്ടാണ് ആ തലച്ചോറ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനിത് ചെയ്യുന്നു എന്നൊരു ബോധ്യപ്പെടുത്തൽ നമ്മൾ തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഈ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പല കാര്യങ്ങളും ഒരു ഡോക്ടറെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ന്യൂറോ സർജനാണ്, എൻ്റെ സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, വളരെ മനോഹരമായിട്ട് പരിശുദ്ധ ഇസ്ലാം മതം നിഷ്കർഷിക്കുന്ന
ഓരോ ഇബാദത്തുകളും മുറ പോലെ നിർവഹിച്ച് ബാങ്ക് വിളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് ഓടിപ്പോയി നിസ്കരിച്ച് ഒരാളുടെയും നിർബന്ധമില്ലാതെ ചെയ്തു പോന്നിരുന്ന ആളായിരുന്നു ഞാൻ. മെഡിസിൻ പഠിക്കുന്ന സമയത്ത് ചെറിയ രൂപത്തിൽ ചിന്തകളൊക്കെ ഇങ്ങനെ മാറിത്തുടങ്ങി. അത് MD-യിലും കൂടെ എത്തിയപ്പോൾ അത് ഒരു എയ്ത്തിസം എന്നുള്ള ആ രൂപത്തിലേക്ക് പൂർണ്ണമായും അത് മാറുകയും ഇപ്പോൾ ഒരു മതവും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. പക്ഷേ ഇയേഴ്സ് കഴിഞ്ഞു, ഫാമിലിയായി, മക്കളൊക്കെയായി. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി, എന്തിനായിരുന്നു ഞാൻ അന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. കുഞ്ഞുനാൾ മുതലേ എന്നെ നിർബന്ധിച്ചു 5 നേരത്തെ നിസ്കാരം, അത് വല്യമ്മയും വല്യപ്പയും എല്ലാവരും നിസ്കരിക്കണോ, സ്വാഭാവികമായും ഞാനും എന്ത് ചെയ്യണം, നിസ്കരിക്കണം. പായ വിരിക്കണോ, നിസ്കരിക്കണോ, അല്ലെങ്കിൽ ബാങ്ക് വിളിക്കണോ, പള്ളിയിൽ പോകണോ, നിസ്കരിക്കണോ, ഖുർആൻ ഓതുന്നു, നോമ്പ് നോൽക്കുന്നു, ആരെങ്കിലും മുന്നിൽ വരുമ്പോൾ അവർക്ക് നമ്മളെ കയ്യിലുള്ളത് ദാനം നൽകുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു. ഇത് മുറ പോലെ എന്താണോ നമ്മുടെ പൂർവികർ ചെയ്തു വന്നത് അത് അതുപോലെ ഇങ്ങനെ ചെയ്തു പോരുക എന്നൊരു പ്രവണതയാണ് അല്ലേ. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് പഠിച്ചത് അല്ലേ. നമ്മളൊക്കെ അങ്ങനെ തന്നെ പഠിച്ച് വന്നവരാണ്. എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് നമ്മളും ചെയ്തു വരുന്നു. പക്ഷെ എന്താണ് ഈ ജനറേഷന് സംഭവിക്കുന്നത്? ഈ ജനറേഷൻ്റെ പേരെന്താ? 2010 ശേഷമുള്ള ജനറേഷൻ്റെ പേരെന്താ? ന്യൂജനാണ്. ന്യൂജൻ 2010 ശേഷമുള്ള ജനറേഷനാണോ? ആണോ? നീഡ് ടു അപ്ഡേറ്റ് അല്ലേ. വി ഹാവ് ടു അപ്ഡേറ്റ്. തീർച്ചയായും അപ്ഡേഷൻ നിർബന്ധമാണ്. അതാണ് കാരണം നമ്മൾ പാരൻസ് ഒട്ടും അപ്ഡേറ്റഡ് അല്ല. നമ്മുടെ മൊബൈൽ ഫോൺ വേർഷൻ നമ്മൾ മാറുന്നുണ്ടല്ലേ അല്ലേ. ടുനൈറ്റ് ഇറ്റ് നീഡ് അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് ചാർജറിലിട്ട് സ്വിച്ച് ഓഫ് ആക്കി വെക്കും. അപ്ഡേറ്റ് ആയിക്കോളും. നാളെ നേരം വെളുത്ത് എണീക്കുമ്പോഴത്തേന് അതിൻ്റെ വേർഷൻ നെക്സ്റ്റ് സീരീസിൽ എത്തിയിട്ടുണ്ടാവും. അപ്പം നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അപ്ഡേറ്റഡ് വേർഷനാണ്. പക്ഷെ നമ്മുടെ തലച്ചോറ് അപ്ഡേറ്റഡ് ആണോ? ആണോ? നിങ്ങളുടെ കുട്ടികൾ എത്ര വയസ്സുള്ള കുട്ടികളാണ് ഇവിടെയുള്ള മക്കൾ? ഏത് പ്രായം മുതൽ? ഏറ്റവും ചെറിയ പ്രായം ഏതാ? 10 വയസ്സ്. ഓക്കെ, ഫൈൻ. ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടികളാണുള്ളത്. അപ്പോൾ അഡോളസെൻ്റ് പീരീഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. അഡോളസെൻ്റ് പീരീഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ടീനേജ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത്? കുട്ടികളെ ഇവിടുന്ന് മാറ്റിയത് നന്നായില്ല മാഷേ അല്ലേ. അല്ലെങ്കിൽ കുട്ടികൾ അമ്മാക്കും ഉപ്പാക്കും ഒറ്റ ഒന്നിൻ്റെ ആൻസറും അറിയില്ല എന്ന് പറയൂ. അഡോളസെൻ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴെപ്പോഴാണ് ടീനേജ് സ്റ്റാർട്ട് ചെയ്യുക? 13 അല്ലേ. തെറ്റങ്ങൾ പറഞ്ഞത്. 13-ലല്ല അഡോളസെൻ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യണത്. അഡോളസെൻ്റ് പീരീഡ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 10. 10 വയസ്സ് മുതലാണ് കൗമാരപ്രായം തുടങ്ങുന്നത്. പണ്ടിരുന്നു 13-ല് അല്ലേ. നമ്മളൊക്കെ അഡോളസെൻ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തത് 13-ലാണ്. 13 TEEN അത് 13-ലാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പം തുടങ്ങണത് 10 വയസ്സ് മുതലാണ്. 10 വയസ്സ് മുതൽ നമ്മുടെ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് ഗൂഗിളിനെ ആശ്രയിക്കേണ്ടി വരാറുണ്ട് ഇല്ലേ. നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കും, ഒന്ന് മിണ്ടാണ്ടിരിക്കുമ്പോൾ കുറച്ച് തിരക്കിലാന്ന് പറയും, എന്നിട്ട് വേഗം ഗൂഗിളിൽ നോക്കും ഇല്ലേ, എന്നിട്ട് ആൻസർ പറയും. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ മക്കൾ 10 വയസ്സ് മുതൽ അഡോളസെൻ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ശരീരവും അവരുടെ ഇമോഷൻസും അവരുടെ ചിന്തകളും അവരുടെ മാനസിക അവസ്ഥയും ഒക്കെ മാറിത്തുടങ്ങുകയാണ്. അപ്പോൾ ഈ 10 വയസ്സ് മുതൽ നമ്മളെ മക്കൾ അഡോളസെൻ്റ് പീരീഡ് തുടങ്ങുമ്പോൾ 2010 ശേഷമുള്ള ഈ ജനറേഷനെ പറയുന്ന പേരാണ് ന്യൂ ജനറേഷൻ അല്ല, ആൽഫ ജനറേഷൻ. എന്തേനി പറഞ്ഞാൽ മതിയെന്നില്ലേ. ആർക്കൊക്കെ ആൻസറൊക്കെ അറിയായിരുന്നു, പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. ഈ ആൽഫ ജനറേഷന് കുറേ പ്രത്യേകതകളുണ്ട്. നമ്മളുടെ ജനറേഷനല്ല. നമുക്ക് എന്താണോ പൂർവികർ ചെയ്ത് വന്നത് അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ല. അതങ്ങനെ നമ്മൾ മുറ പോലെ ചെയ്യും. അവിടെ വേറെ ഓപ്ഷൻസും ക്വസ്റ്റ്യൻസും ഒന്നുമില്ല. ഏതുപോലെയെന്ന് വെച്ചാലേ, കഴിഞ്ഞ ദിവസം മിനിയാന്നാണെന്ന് തോന്നുന്നു, ഞാൻ ഏറ്റവും രാവിലെ 7:30 മണിക്ക് അറ്റൻഡ് ചെയ്ത കേസാണ്. ഈ കേസ് കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് 6 മാസമായി. മാർച്ചിൽ കല്യാണമാണ്, നിക്കാഹാണ്. പക്ഷെ അവൾക്ക് ഒരിക്കലും ആ കല്യാണത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാനേ വയ്യ. അവൾക്ക് വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഡേറ്റ് അടുക്കും തോറും ബേജാറും ടെൻഷനൊക്കെ കൂടിക്കൂടി വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാനിക് അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നതാണ് ക്ലിനിക്കിക്ക് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഡോക്ടർ എന്ന് ചോദിച്ചു വന്നതാണ്.
അങ്ങനെ അടുത്തിരുത്തി അവളുടെ അടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ അവൾ ചോദിച്ചത്, അല്ല എൻ്റെ ഡോക്ടർ, എന്തിനാ കല്യാണം കഴിക്കണത്, എന്തിനാണ് നമ്മൾ പ്രയാസപ്പെട്ട് കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ വിവാഹ ജീവിതം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ അവൾക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു, അടിമകളാകുന്ന പരിപാടിയല്ലേ, നമ്മൾ പെൺകുട്ടികൾ പൂർണ്ണമായും അടിമത്തത്തിലേക്ക് ഇങ്ങോട്ട് വലിച്ചിടുന്ന പരിപാടിയല്ലേ കല്യാണം എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല എന്നവൾക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൾ പിന്നെ ചോദിക്കുകയാണ്, ഡോക്ടറൊക്കെ കാലത്തെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ കാലത്ത് 18 വയസ്സായാൽ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്താൽ അല്ലെങ്കിൽ പഠിച്ച് ഒരു ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കുക എന്നല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടല്ല നിങ്ങളൊക്കെ കല്യാണം കഴിച്ചത് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു, ആക്ച്വലി അങ്ങനെയാണോ? നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. ആ പ്രായം എത്തിക്കഴിഞ്ഞാൽ 18, 19 അല്ലെങ്കിൽ 15, 16 കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ വീട്ടുകാരുടെ ചിന്ത എന്താ? കെട്ടിക്കണം അല്ലേ, അല്ലെങ്കിൽ പെണ്ണ് കിട്ടണം, പെണ്ണിനെ തിരയണം, അല്ലെങ്കിൽ പിയാപ്പിളിനെ തിരയണം, കെട്ടിക്കുക എന്നുള്ള ചിന്ത വീട്ടുകാർക്ക്. ഈ ഉള്ളിലുള്ള ആക്കോ സ്വാഭാവികം കല്യാണം കഴിക്കല്ലാതെ വേറൊരു പ്രോസസ്സ് ഇല്ലല്ലോ. നമ്മളെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആൽഫ ജനറേഷൻ അങ്ങനെയാണോ? എന്താ ഓപ്ഷൻ? ഓപ്ഷൻ എന്താ? നമ്മളൊക്കെ പാരൻസാണ്, നിങ്ങൾ പറയണം എന്തൊക്കെയാണ് ഓപ്ഷൻസ്. നമ്മൾ ഫോണിൻ്റെ വേർഷൻ മാറ്റിയാൽ പോരാ, നമ്മളും വേർഷൻ അപ് ടു ഡേറ്റ് ആവണം. നമ്മൾ പൊട്ടക്കിണറ്റത്തെ തവളകളാണ് നമ്മളൊക്കെ. ഞാനടക്കം നമ്മളൊക്കെ പൊട്ടക്കിണറിൽ താമസിക്കുന്ന തവളയാണ്. എന്താ പൊട്ടക്കിണറ്റത്തെ തവളൻ്റെ പ്രത്യേകത എന്താ? തവളൻ്റെ വിചാരം എന്താ? എന്തോരം വെള്ളമല്ലേ എൻ്റെ ലോകത്ത്, എത്രങ്ങാനും വെള്ളമാണ്, എന്തോരം മീനുകളാണ്, എന്തോരം ചെടികളാണ്, എന്ത് മനോഹരമാണ് എൻ്റെ ലോകം. തവളയ്ക്ക് അറിയുന്നുണ്ടോ ഈ കിണറിനപ്പുറം മനോഹരമായ മറ്റൊരു ലോകമുണ്ട്? അത് മനസ്സിലാക്കുന്നില്ല. നമ്മളങ്ങനെ ആവരുത്. നമ്മുടെ മക്കളുടെ ചിന്ത മാറുമ്പോൾ, അവരുടെ ഇമോഷൻസിൽ മാറ്റം വരുമ്പോൾ, അവരുടെ വിചാരങ്ങളിൽ മാറ്റം വരുമ്പോൾ ഒരു സ്പന്ദനം പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആർക്കാ പറ്റുക? അതിന് പറ്റും ആർക്ക്? അത് പറ്റൂല്ലട്ടാ. ആർക്കാ പറ്റുക? അയലോക്കക്കാർക്കല്ല, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകർക്കല്ല, നമുക്കാണ്, ഉമ്മമാർക്കാണ്. ഉപ്പമാരെക്കാളും ഒരു പടി കൂടുതൽ ഉമ്മമാർക്കത് മനസ്സിലാവും. സൈക്കോളജിക്കലി അതിന് പറയുന്നൊരു പേരാണ് ടെലിപതി എന്നാണ് അതിന് പറയുക. എന്നുവെച്ചാൽ എന്താണെന്നറിയോ? കുട്ടി നമ്മൾ അരികിലുണ്ടാവില്ല, കുട്ടി ഫോണിലൂടെ പോലും നാമുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ വല്ലാത്തൊരു ബേജാറ് അല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബേജാറ്. എൻ്റെ കുട്ടിക്ക് എന്തോ ഉണ്ട് കേട്ടോ, എൻ്റെ കുട്ടിക്ക് എന്തോ ഒന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കൂലേ, ഫോൺ എടുത്ത് വിളിക്കുമ്പം ഉമ്മാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടുന്ന് പറയും, ഉമ്മ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്, ഉമ്മ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്നൊരു ചോദ്യം അവിടുന്ന് വരും. ഒരു അത്ഭുതം ഞാൻ പറയട്ടെ, മഹാ അത്ഭുതം. എനിക്ക് തോന്നിയ ഒരു അത്ഭുതം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു വിഷമത്തിൽ പ്രയാസത്തിൽ ഇരിക്കുമ്പോഴേക്കും എൻ്റെ ഉമ്മനെ വിളിക്കും. അത് എന്ത് പ്രതിഭാസമാണ് എന്നുള്ളത് സൈക്കോളജിയൊക്കെ പഠിക്കുന്നതിൻ്റെ മുൻപേ അനുഭവത്തിൽ വന്നത് കാരണം സൈക്കോളജി പഠിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. ടെലിപതി എന്ന് പറഞ്ഞൊരു സാധനമാണ്. മക്കളുടെ ഫീലിങ്സ്, മക്കളുടെ അനുഭവങ്ങൾ നമ്മൾ പറയാതെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേകതരം കഴിവ്. അത് മാജിക്കാണെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലേ. അതെന്താണ്, അതിൻ്റെ ബിഹൈൻഡ് എന്താണെന്നുള്ളതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇന്ന് ഞാൻ വരുന്ന വഴിയിൽ ചെറിയ മോന് നല്ല പനി ഉണ്ടായിരുന്നു. അത് കാരണം 8 മണിക്ക് ഇറങ്ങാനിരിക്കുക, എനിക്ക് 8:15 ഇറങ്ങാൻ പറ്റിയത്. അവന് ഭയങ്കര വാശി കാണിച്ചു. അപ്പോൾ കരച്ചിലൊന്ന് മാറ്റിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചത്. അതൊക്കെ കഴിഞ്ഞ് വളരെ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അരീക്കോട് കിഴിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രേക്ക് കിട്ടുന്നേ ഇല്ല. ഒരു വിധമൊക്കെ പുറത്തുള്ള ആളുകളൊക്കെ കൂടി വണ്ടി സൈഡാക്കി. ഞാൻ അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത്, കാരണം ഓൾറെഡി ഇവിടെ ലേറ്റാണ്, നിങ്ങളൊക്കെ 10 മണിക്ക് എത്തി എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം മനസ്സിലുണ്ട്. ലുക്മാൻ ഖാൻ്റെ അടുത്ത് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ലേറ്റാണെന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ ആ സമയത്തിൻ്റെ ഫോണിൽ കോള് വരികയാണ് ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു എന്നോട്. ഒരു പക്ഷേ ഹലോ എന്നുള്ള പറച്ചിൽ നിന്ന് ഉമ്മാക്ക് കിട്ടിയതായിരിക്കാം അല്ലേ, അല്ലാണ്ട് ഒരിക്കലും എന്തെങ്കിലും ഒന്നൊരു സൈൻ ഇല്ലാണ്ട് അത് കിട്ടൂലല്ലോ. ഹലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപക്ഷെ സ്പീഡിൽ ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നെർവസായി ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഉമ്മ വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അല്ലേ, നമ്മൾ ഒറ്റക്കായി നിൽക്കുമ്പോൾ, ഒറ്റക്ക് എന്ന് തോന്നുമ്പോൾ വല്ല കാക്കയോ പൂച്ചയോ ഒക്കെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവലുണ്ട്. ഓ, ഞാൻ ഒറ്റക്കല്ലല്ലോ. എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയണത്, എനിക്ക് അങ്ങനെയാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വല്ല കാക്കേൻ്റെ ഒക്കെ സൗണ്ട് കേട്ടാൽ ഓ കാക്കുണ്ട് കൂടെ എന്നൊക്കെ തോന്നിപ്പോവും. ഇതുപോലെ ഉമ്മ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട് ഉമ്മ ചോദിക്കുക എന്താ പറ്റിയത് അല്ലേ. അപ്പോൾ ഇത് ഉമ്മമാർക്ക് മാത്രം കിട്ടുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ മക്കളുടെ ചിന്തകൾ എങ്ങനെയാണിത് മാറുന്നത്, എന്തൊക്കെയാണ് അവരുടെ ചിന്തയിൽ വന്നു പോകുന്നത് എന്ന് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു തവണയെങ്കിലും നമ്മൾ കേൾക്കണ്ടേ അല്ലേ. അതിനെക്കുറിച്ച് ഒരു തവണയെങ്കിലും നമ്മൾ കേൾക്കണം. അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, അവരേതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. കാരണം നമ്മളൊന്നും ഇതുവരെ മീറ്റ് ചെയ്യാത്ത, നമ്മളൊന്നും ഇതുവരെ കണ്ടുമുട്ടാത്ത അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള ചില ടേംസും ഉണ്ട്. ഈ കുട്ടി പറഞ്ഞ പോലെ, ഡോക്ടറെ നിങ്ങൾക്ക് 18 വയസ്സായപ്പോൾ അല്ലാണ്ട് കല്യാണം കഴിക്കല്ലാണ്ട് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത്. സ്വാഭാവികമായിട്ടും ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ ഉണ്ടോ? അപ്പം ഞങ്ങൾ എന്നുള്ളൊരു പേരവിടെ വന്നു. കാരണം അവരെന്താണ്, ന്യൂ ജനറേഷൻ, നിങ്ങൾ പറഞ്ഞ പോലെ ന്യൂ ജനറേഷനാണ്, അല്ലെങ്കിൽ ആൽഫ ജനറേഷനാണ്. അപ്പോൾ അവർക്ക് എന്താണ് പ്രത്യേകത ഉള്ളത്, അവർക്ക് എന്താണ് നമ്മളിൽ നിന്ന്, അവർക്ക് എന്താ വേറെ ഓപ്ഷൻസ് ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞാടി, എന്തൊക്കെയാണ് അവരുടെ ഓപ്ഷൻസ്? ജോലി, പിന്നെ എന്താ കേൾക്കണില്ല? എല്ലാവർക്കും പറയാം, മുമ്പിൽ ബെഞ്ചിലുള്ള ആളുകൾ മാത്രമൊന്നുമല്ല അല്ലേ. പണ്ടൊക്കെ നമ്മൾ പഠിക്കണത് അങ്ങനെയാണല്ലോ, ബാക്ക് ബെഞ്ചേഴ്സ് ഒന്നും പറയില്ല, ബട്ടണൊക്കെ കഴിച്ചിട്ട് കോളറൊക്കെ ബാക്കൊക്കെ ഹീറോസായി ഇങ്ങനെ ഇരിക്കും അല്ലേ. ഇവിടെ മാറ്റം വരുത്തണം. എല്ലാവർക്കും ആൻസർ പറയാം. എന്തൊക്കെയാ ഓപ്ഷൻസ്, എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയണ ഓപ്ഷൻസൊക്കെ ഒന്ന് പറഞ്ഞാണേ. ഫ്രീഡം വേണം. വെരി ഗുഡ്. ആ ഫ്രീഡത്തിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. വാട്ട് ഈസ് ഫ്രീഡം? അപ്പോൾ നമുക്ക് ഫ്രീഡത്തെക്കുറിച്ച് തന്നെ ഒന്ന് സംസാരിക്കാം ഇൻഷാ അല്ലാ. അതിൻ്റെ മുന്നേ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാണ്. ജോലി, പഠിക്കണം അല്ലേ, പഠിക്കണം, ജോലി വാങ്ങണം, അതൊക്കെ നമുക്കും ഉണ്ടായിരുന്ന ഓപ്ഷൻ അല്ലേ. നമ്മളൊക്കെ പഠിച്ചവരും ജോലി വാങ്ങിയവരൊക്കെ അല്ലേ. ഇവിടെ എത്ര ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ? വെരി ഗുഡ്. കൈ വെക്കണില്ലല്ലോ പക്ഷെ ആരും. നിങ്ങൾക്ക് പെയിൻഫുൾ ആർച്ച് സിൻഡ്രോം ഉണ്ടോ? ഷോൾഡർ പെയിൻ, കൈ പൊക്കാൻ പറ്റാത്ത അസുഖമാണ് പെയിൻഫുൾ ആർച്ച് സിൻഡ്രോം. ഇല്ലയെന്ന് വിചാരിക്കണോ? ഉദ്യോഗസ്ഥരും ജോലിക്കാരും ഒക്കെയാണ് അല്ലേ മിക്ക ലേഡീസും. അപ്പോൾ നമ്മളെ കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജോലി വാങ്ങിയിട്ടുണ്ട്. അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കുടുംബജീവിതവും അല്ലേ. ഇപ്പോൾ ആ പ്രയോറിറ്റി ഇല്ല. കുടുംബജീവിതം തികച്ചും എന്താണ്, ഓപ്ഷണലാണ്. ഫാമിലി ലൈഫ് ഓപ്ഷണലാണ്. അതിലേക്ക് പോകേണ്ട കാര്യമില്ല. അതായത് അത് വേണ്ട എന്നുള്ള രൂപത്തിൽ അത്രയും മിനിമൈസ് ചെയ്ത് കഴിഞ്ഞു കല്യാണം എന്നുള്ള കാര്യം. അതിന് പകരം ജോലിയും വിദ്യാഭ്യാസവും ജോലി മാത്രമല്ല ഉള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രായം കൂടിയില്ലേ. 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ശരിയാവാതെ പിന്നെ വീട്ടിലിരിക്കുകയാണ്. പിന്നെ കല്യാണം ശരിയാവില്ല, പിന്നെ മൂത്ത് നരച്ചു എന്നൊക്കെ പറയും അല്ല. എൻ്റെ ഉമ്മൂമ്മ എഴുതിയ കുറച്ച് വരികളുണ്ട്. ഉമ്മൂമ്മ ജമീല ടീച്ചർ ഇടവണ്ണ അവരെഴുതിയ വരികളാണ്. ഈ സ്ത്രീധനത്തിനെതിരെ എഴുതിയതായിരുന്നു. 2 വരി പാടാണ്. എന്തിനാണ് പൊന്നിലഞ്ഞി പൂവണിഞ്ഞ നിൽക്കണ, എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ, ലല്ലലല്ലം ലാലലല്ലം ആടിടും തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട് പൂങ്കുയിൽ പാടണ, താമരപ്പൂ മാരനെന്തേ ഇത്ര താമസിക്കണ. ഇതിൽ ഈ വരികളിൽ ഇങ്ങനെ ഉമ്മമ്മ മനോഹരമായിട്ട് എഴുതി വെക്കുന്നുണ്ട്. താമരപ്പൂ മാരൻ എന്തേ ഇത്ര
എത്ര താമസിക്കണ്. കാച്ചിയും തട്ടവും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, കാതിലെയും ആഭരണങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, കാച്ചി വെച്ച പാലിന് ചൂട് പോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മാരൻ വരുന്നില്ല, എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി മാരൻ വരുന്നില്ല. ആർഭാടങ്ങൾക്കും അല്ലെങ്കിൽ ആഭരണങ്ങൾക്കും സ്ത്രീധനങ്ങൾക്കും കൊടുക്കാനുള്ള ശേഷി എൻ്റെ ഉപ്പാക്ക് ഇല്ലാത്തത് എൻ്റെ തെറ്റാണോ? ഞാനിതാ മൂത്ത് നരച്ചവളായി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന മനോഹര വരികളാണ്. ഇവിടെ മൂത്ത് നരച്ചു എന്നൊരു സാധനം ഉണ്ടായിരുന്നു അല്ലേ? കല്യാണം കഴിക്കാതെ മൂത്ത് നരച്ചു. ഇപ്പം അങ്ങനൊരു പ്രവണത ഉണ്ടോ? മൂത്ത് നരക്കുക എന്നൊരു സാധനം ഇല്ല. കാരണം എന്താ? അന്ന് ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ ജീവിക്കണതിന് എന്തിനാണെന്നറിയോ? ഒറ്റയ്ക്ക് ജീവിക്കാനാ, ഒറ്റയ്ക്ക് ജീവിക്കാനാ. ഞാൻ ഓരോ ദിവസവും ക്ലിനിക്കിൽ കാണുന്ന, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളാണ്. പെൺകുട്ടികൾ വന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? ഡോക്ടറെ, പൈസ ഉണ്ടാക്കണം, പഠിക്കണം, പൈസ ഉണ്ടാക്കണം, ലോകം മുഴുവൻ സഞ്ചരിക്കണം, വേൾഡ് മുഴുവൻ കറങ്ങി കാണണം, ഒറ്റയ്ക്ക് ജീവിക്കണം, ഒറ്റയ്ക്ക് ജീവിക്കണം. ഇങ്ങനെ ഈ ലൈഫാണ് എന്തെന്ന് പറയണത്? നേരത്തെ ഉമ്മ പറഞ്ഞ ഫ്രീഡം ലൈഫ്. ഇതാണ് ഫ്രീഡം ലഭിക്കുന്ന ലൈഫ് എന്ന് പറയണത്. 3 കുട്ടികളുടെ അനുഭവം എൻ്റെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളാണ്. ഈ കുട്ടികൾ മെഡിസിൻ പഠിക്കുന്ന മക്കളാണ്. ഈ മക്കൾ 3 പേരും ടൂർ പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ ലേഡീസ് ട്രിപ്പുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ലേഡീസ് ട്രിപ്പുകളൊക്കെ മനോഹരമായിട്ട് നമ്മളൊക്കെ ലേഡീസ് ട്രിപ്പൊക്കെ പോകാറുണ്ട്. ഇവർ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ലേഡീസ് ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. ഈ 3 കുട്ടികളും 20 വയസ്സ് ആയ കുട്ടികളാണ്. നോർത്ത് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. ഇവർ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വാഹനങ്ങളൊന്നുമില്ല, പ്രീ പ്ലാൻഡ് അല്ല, നേരത്തെ ഉള്ള ഒരു പ്ലാനിങ്സും ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അത്യാവശ്യം വേണ്ട വസ്തുക്കളൊക്കെ എടുക്കുന്നു, അക്കൗണ്ടിൽ പൈസയുണ്ട്. എന്നിട്ട് പോകുന്ന വണ്ടികൾക്ക് കൈ കാണിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുക. എന്തേ കിട്ടിയില്ലേ? മനസ്സിലായി കാര്യം മനസ്സിലായോ? ബാക്കൊക്കെ കിട്ടുന്നുണ്ടോ? എന്തായിരുന്നു? വണ്ടികൾ പോവുമല്ലോ. പോകുന്ന വണ്ടികൾ ഒരുപക്ഷെ ലോറികളാവാം അല്ലേ? ഏറ്റവും കൂടുതൽ നിർത്താൻ കിട്ടുന്ന ചിലപ്പോൾ NH പാസ് ചെയ്യുന്ന വലിയ വലിയ ലോറികളായിരിക്കാം. ഈ ലോറികളാണെങ്കിൽ ലോറികൾ കൈ കാണിക്കുന്നു, നിർത്തുന്നു, കയറുന്നു, പോകുന്നു. ഇത് ചൈനയിലും പാകിസ്ഥാനിലൊന്നും അല്ല കേട്ടാ, നമ്മളെ കേരളത്തിലാണ്. നമ്മളെ കേരളത്തിൽ തന്നെ നമ്മെപ്പോലെ സ്കാർഫൊക്കെ ഇട്ട്, മഫ്തിയൊക്കെ ഇട്ട്, ഫുൾ കൈയൊക്കെ ഇട്ട്, ഔറത്തൊക്കെ മറച്ച് നടക്കുന്ന മുസ്ലിം പെൺകുട്ടികളാണ് എന്നുള്ളതാണ് മറ്റൊരു ചിന്ത. ഈ 3 കുട്ടികൾ എനിക്കറിയാം, എനിക്ക് പേഴ്സണലി പരിചയമുള്ള കുട്ടികളാണ്. ഇവർ 3 പേരും അങ്ങനെ ട്രിപ്പ് പോയി നോർത്ത് ഇന്ത്യൻ മുഴുവൻ കറങ്ങി. ഒരു ഹോട്ടൽ പോലും ഇവർ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. അവരുടെ ട്രാവലൊക്കെ പോലെ അവരത് വിവരിച്ച് തരികയാണ്, അവരുടെ യാത്രയുടെ മനോഹാരിത. ലോറിക്കൊക്കെ കൈ കാണിച്ച് ലോറിയിലൊക്കെ കയറി അവർ നോർത്ത് ഇന്ത്യയിലെത്തി. അവിടെ ഹോട്ടൽസ് ഒന്നും പ്രീ ബുക്ക് ചെയ്തിട്ടില്ല, ബുക്ക് ചെയ്തിട്ടൊന്നല്ല അവർ പോകുന്നത്. നേരത്തെ ഒരു തീരുമാനങ്ങളും ഇല്ല. എവിടെ എത്തുന്നോ അവിടെ എന്താണോ ഉള്ളത്, ഒരുപക്ഷെ ഡോർമെറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിലും ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല ബസ് സ്റ്റാൻഡിലായിരിക്കാം. എവിടെയാണോ ഉറങ്ങാൻ പറ്റുന്നത് അവിടെ ഉറങ്ങുന്നു. ഇതിന് ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്നറിയോ? വൈ ഷുഡ് ഗേൾസ്? എന്തുകൊണ്ട് പെൺകുട്ടികൾക്കും ആയിക്കൂടാ? ആൺകുട്ടികൾക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പെൺകുട്ടികൾക്കും ആയിക്കൂടാ? നമ്മൾ വളർത്തി വലുതാക്കുന്ന മക്കൾ തന്നെയാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരും വളർത്തി വലുതാക്കുന്ന മക്കൾ തന്നെയാണ്. അവിടെ ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് വിചാരിക്കും. ഞാൻ അറിയാതെ ചോദിച്ചു പോയത് അവരുടെ അടുത്ത്, ഇവിടെ എന്തെങ്കിലും ഒരു അപകടം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ആ ലോറിയിലുള്ള ആളുകൾ എത്തരത്തിലുള്ള ആളുകളാണ് നമുക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുള്ള ചുറ്റുപാടുള്ള ആളുകൾ ഏത് രൂപത്തിൽ, ഏത് മനോഗതിയിലുള്ള ആളുകളാണ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നുവെങ്കിൽ അതിന് മറുപടി എന്താണെന്നറിയോ? അതിനെന്താ സംഭവിച്ചാൽ എന്താ? അതിനൊക്കെയുള്ള പ്രിക്കോഷൻസ് ഇല്ലേ? അതിനൊക്കെയുള്ള മാർഗങ്ങളില്ലേ? അതിനൊക്കെയുള്ള മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലേ? ഇത്ര പോലും സിമ്പിളായിട്ടാണ് നമ്മളെ മക്കൾ ചിന്തിക്കുന്നത്. ഇതിനൊക്കെ കാരണം എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്രീഡത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റാണ്. ഫ്രീഡം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, സ്വാതന്ത്ര്യം.
സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ള വാക്കല്ലേ ഫ്രീഡം, അല്ലേ? ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികരൊക്കെ കഷ്ടപ്പെട്ട് 1947 നമുക്ക് ഫ്രീഡം ലഭിച്ചത്. അല്ല, ആ ഫ്രീഡത്തെക്കുറിച്ച് കാലാകാലങ്ങളിലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനം. പക്ഷേ ഇപ്പോൾ ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷൻ മാറി. എന്താണ് ഫ്രീഡം? ഈ ആൽഫ ജനറേഷൻ വന്നപ്പോഴത്തേന്, നമ്മുടെ മക്കളൊക്കെ വളർന്ന് വന്നപ്പോഴത്തേന് ഫ്രീഡം ആകെ മാറിപ്പോയി. അവിടെ പെൺകുട്ടികൾക്ക് വിവാഹം എന്ന ഒരു കൺസെപ്റ്റ് മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ വിവാഹമില്ലാത്ത മറ്റൊരുപാട് ഓപ്ഷൻസ് അവരുടെ മുമ്പിലുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കാം. ഈ വിവാഹം കഴിക്കുന്നത് പെൺകുട്ടിയെ മാത്രം അല്ലെങ്കിൽ ആൺകുട്ടിയെ മാത്രം വിവാഹം കഴിക്കണമെന്നില്ല. കാരണം ലെസ്ബിയനിസം എന്നൊരു തിയറി ഉണ്ട്, അല്ലേ? കേട്ടിട്ടുണ്ടോ? ഗേയിസം എന്ന് പറയുന്ന തിയറി ഉണ്ട്, കേട്ടിട്ടില്ലേ? ലിവിങ് ടുഗദർ ഉണ്ട്, ഡേറ്റിംഗ് ഉണ്ട്, ഓപ്ഷൻസ് ആണ്. എന്തിനാണ് ഒരാളുടെ അടിമയായി ജീവിക്കുന്നത്? ആ കുട്ടി ചോദിച്ച ചോദ്യം, എന്തിനാണ് ഡോക്ടറെ ഒരാളുടെ അടിമയായി ജീവിക്കുന്നത്? അടിമയാവുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ എല്ലാ കാര്യങ്ങളും ആ പെണ്ണ് ചെയ്തു കൊടുക്കുക. ഒരാളുടെ എല്ലാ കാര്യങ്ങളും ആ പെണ്ണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഒരു പെൺകുട്ടി ഒരു ദിവസം പറഞ്ഞതാ, നിക്കാഹ് കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ, അവൾക്ക് ഡിവോഴ്സ് വേണം. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയാം, ഡോക്ടറെ, വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വാപ്പ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഉമ്മാനെ നീട്ടി വിളിക്കും. അപ്പോൾ ഉമ്മ ചായയും കൊണ്ടുവരും. ചായ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് ഉപ്പാക്ക് കൊടുക്കും. ഉപ്പ അത് കുടിക്കും. കുറച്ച് ഒരു അരമണിക്കൂർ എടുത്തിട്ട് ചായ കുടിച്ച് തീർക്കും. എന്നിട്ട് ഗ്ലാസ് അവിടെ വെക്കും. പിന്നെ ഉമ്മാനെ നീട്ടി വിളിക്കും. ഉമ്മ അടുക്കളയിൽ നിന്ന് വീണ്ടും വരും. ഗ്ലാസ് എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെക്കും. സോ ഐ വോണ്ട് ഡിവോഴ്സ്. അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ ചോദിച്ചു, ഈ കല്യാണം കഴിച്ചത് വാപ്പാനെ അല്ലല്ലോ, വാപ്പാൻ്റെ മകനെ അല്ലേ? പിന്നെ എന്തിനാ എനിക്ക് ഡിവോഴ്സ്? എന്തിനാ? അദ്ദേഹത്തിൻ്റെ മകനെയാണല്ലോ നീ കല്യാണം കഴിച്ചത്, പിന്നെ എന്തിനു വേണം നിനക്ക് ഡിവോഴ്സ് എന്ന ചോദ്യത്തിന് അവൾ തിരിച്ച് ചോദിക്കാം, ഈ വാപ്പാൻ്റെ അല്ലേ മകൻ, അവന് നാളെ ഞാനും ഇതുപോലെ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, അവൻ്റെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കേണ്ടി വരും, അവൻ്റെ അടിവസ്ത്രം പോലും ഞാൻ അലക്കി കൊടുക്കേണ്ടി വരും. എന്തേ അവൻ ഒറ്റയ്ക്ക് ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ അന്ന് മുതൽ എനിക്കൊരു പാടന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചു. എനിക്ക് 3 ആൺകുട്ടികളാ, ഇൻഷാ അല്ലാഹ് അവരെ കൊണ്ടൊക്കെ പെണ്ണിട്ടിക്കണമല്ലോ. ഞാൻ എന്ത് ചെയ്തു? മൂത്തോനെ മുതൽ ചെറുതനെ വരെ വിളിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. ഉമ്മാൻ്റെ കുട്ടികൾ ഭക്ഷണം കഴിച്ച പാത്രം അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെക്കണം. സിങ്കിൽ ഓൾറെഡി ഒരു കൊണ്ടുപോയി ഇടും, പക്ഷേ അത് കഴുകി വെക്കണം എന്ന് അവരെ പഠിപ്പിക്കേണ്ടി വരികയാണ്, ഇല്ലേ? കാരണം എന്താ, നാളെ അവർക്ക് കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചാൽ പോരാ, ആ പെൺകുട്ടികളും ഒത്ത് സുഖമായിട്ട് ജീവിക്കണം. ഇവിടെ ഇതൊക്കെ ഒരു അടിമത്വമാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? നമ്മുടെ വീട്ടിൽ അത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ഫ്രീഡത്തെക്കുറിച്ചാണ് ഇവർ പഠിക്കുന്നത്. നമ്മൾ ആരുടെയും അടിമകളല്ല. അവരവരുടെ കാര്യങ്ങൾ ചെയ്യണം. അവനവൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കാൻ പറ്റണം. എന്തും എവിടെയും എങ്ങനെയും ചെയ്ത് ജീവിക്കുക എന്നതാണ് വൈബോസ്കി ലൈഫ് എന്നാ പറയുക. ഓരോ ഭാഷയിൽ പറഞ്ഞ വൈബ് കേട്ടിട്ടില്ല നിങ്ങൾ? നമ്മളെ കാലത്ത് വൈബ് ഉണ്ടായിരുന്നാ? വൈബ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കലുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സ്റ്റാറ്റസ് ആക്കലുണ്ടല്ലേ വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇല്ലേ? അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാ ഈ വൈബ് എന്നുള്ള വാക്ക്? മക്കളെടുത്തുനിന്ന് അല്ലേ? അത് മക്കളെടുന്ന് കിട്ടിയത്. അമ്മച്ചി നമുക്ക് വൈബാക്കല്ലേ എന്നൊക്കെ പറയുമവർ. നമ്മളിപ്പോൾ പറയാൻ തുടങ്ങി, മോനെ നമുക്ക് വൈബാക്കല്ലേ. ഇവരാഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വൈബാക്കലാണ്. ഈ വൈബാക്കലല്ല ജീവിതം എന്ന് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക? അത് പറഞ്ഞോ ഇമ്പോസിഷൻ എഴുതിയിട്ടോ നമുക്ക് പഠിപ്പിക്കാൻ പറ്റൂല. അത് നമ്മളെ ജീവിതം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും, അല്ലേ? നമ്മുടെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യന് 3 തരത്തിലാണ് കാര്യങ്ങൾ ഗ്രഹിക്കുക. 3 രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുക. ഏതൊക്കെയാണ് ആ 3 രീതികൾ? കണ്ടും കേട്ടും അനുഭവിച്ചും, അല്ലേ? കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുക. ഇതിൽ കാണുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ഗ്രാഹ്യമാവുന്നത് ഏതാ? കൂടുതൽ ഗ്രാഹ്യമാകുന്നത് അത് അനുഭവം തന്നെയാണ്, മറ്റൊന്നുമല്ല. അതുകൊണ്ട് മക്കളുടെ അനുഭവിപ്പിക്കൽ ഏറ്റവും മനോഹരമാക്കുക എന്നതാണ് അൾട്ടിമേറ്റായിട്ട് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ആലോചിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവം എന്തൊക്കെയാണ്?
അല്ലേ? എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവങ്ങൾ എന്തെല്ലാമൊക്കെയാണ്? അവൻ്റെ അനുഭവങ്ങൾ നല്ലതാണോ? അവൻ അനുഭവിപ്പിക്കുന്നത് ആരാ? നമ്മൾ പാരൻസാണ്. 7 വയസ്സ് വരെയാണ് ഒരു കുഞ്ഞിൻ്റെ തലച്ചോറ് വളരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുള്ളൂ, വളരുന്നില്ല. ഈ 7 വയസ്സ് വരെ എന്തെല്ലാമൊക്കെയാണോ ആ തലച്ചോറിനകത്തേക്ക് അബ്സോർബ് ചെയ്തത്, എന്തെല്ലാമൊക്കെയാണോ കുഞ്ഞ് കേട്ടത്, കണ്ടത്, അനുഭവിച്ചത്, ഇതൊക്കെയാണ് ആ കുഞ്ഞ് പിന്നീടായിത്തീരുന്നത്. ഇതൊക്കെയാണ് പിന്നീട് ആ കുഞ്ഞായിത്തീരുന്നത്. ഈ 7 വയസ്സ് വരെ ഏറ്റവും കൂടുതൽ കുഞ്ഞാരുടെ കൂടെ ഉള്ളത്? ആരുടെ കൂടെയാ? ഹോസ്റ്റലിലാണോ? അല്ല അല്ലേ, പാരൻസിൻ്റെ കൂടെയല്ലേ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെയല്ലേ, നമ്മളുടെ കൂടെയാണ്. അവിടെ മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ആരാവണമെന്ന് തീരുമാനിക്കുന്നത്, ഒരു മനുഷ്യൻ എന്തെല്ലാമൊക്കെ ആയി തീരണമെന്ന് തീരുമാനിക്കുന്നത് 2 ഘടകങ്ങളാണ്. ആദ്യത്തേത് ആ കുഞ്ഞിൻ്റെ ഹെറിഡിറ്ററി, ആ കുഞ്ഞിൻ്റെ പാരമ്പര്യം. രണ്ടാമത്തത് ആ കുഞ്ഞ് ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യവുമാണ്. ഇത് രണ്ടും നമ്മൾ തന്നെയല്ലേ? നമ്മുടെ കുഞ്ഞിൻ്റെ പാരമ്പര്യം നമ്മളല്ലേ? തീർച്ചയായും പാരൻസാണ്, തീർച്ചയായും പാരൻസാണ്. എന്നാലും കൂടുതലും ആരവിടെ ഉള്ളത്? ഉമ്മാര് അല്ലേ? പാരൻസ് പറഞ്ഞ ഉമ്മ മാത്ര ആണോ? ഇവിടെ മദേഴ്സ് മീറ്റ് ആണോ നടക്കുന്നത്? ഇവിടെ എന്തോന്നും മിണ്ടാത്ത, ഇവിടെ മദേഴ്സ് മീറ്റ് ആണോ? അല്ല, പക്ഷെ എന്താ? പാരൻസ് മീറ്റാണ്. ദെൻ എന്തുകൊണ്ടാണ് നമ്മൾ ഉമ്മമാർ മാത്രം ഇങ്ങനെ കൂടുതൽ? വാപ്പാർ വിരലിൽ എണ്ണാവുന്ന കുറച്ച് വാപ്പാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ മാത്രമല്ല, സകല പാരൻസ് മീറ്റിങ്ങിൽ നമ്മൾ പോയി നോക്കിയാലും മദേഴ്സ് മീറ്റ് ആണോ എന്ന് തെറ്റിദ്ധരിച്ച് പോവും. കാരണം വാപ്പാർ 1-2 പേര് ഇങ്ങനെ ബോഡി ഗാർഡ്സിനെ പോലെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്നുള്ള മട്ടില്ലേ? അതെന്തുകൊണ്ടാ? ഉമ്മാക്ക് ക്രോമസോം ഏറെ കൊടുത്തുക്കണോ കുട്ടീൻ്റെ? ഇല്ല അല്ലേ? കുട്ടി നല്ല പ്രൈസൊക്കെ വാങ്ങി വന്നാലും നമ്മൾ എന്ത് പറയും? നോക്കിയാണെങ്കിൽ എൻ്റെ കുട്ടിയാണിത് എന്ന് ഇല്ലേ? മൂപ്പരോട് പറയും നോക്കിയാണ് നിങ്ങൾ എൻ്റെ കുട്ടിയാണ്. മൂപ്പരെന്താ പറയുക? നോക്കിയാടി എൻ്റെ കുട്ടിയാണിത്. കുരുത്തക്കേട് കാണിച്ചു വന്നാലോ? നിങ്ങളതല്ലേ, പിന്നെ എങ്ങനെയാന്ന് നമ്മളും പറയും. നിൻ്റെ അല്ലേ, നീ തന്നെ പോയാൽ മതി പാരൻസ് മീറ്റിങ്ങിന് എന്ന് അവർ നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇത് ഇരട്ടത്താപ്പല്ലേ? അല്ലേ? ഇത് നമ്മൾ മനുഷ്യന്മാർക്കേ പറ്റുള്ളൂ അല്ലേ? അല്ലാഹു യുക്തിമാനും നീതിമാനുമാണ്. നോക്കൂ, നമ്മുടെ സൃഷ്ടിപ്പ് പോലും ആ നീതിയിലൂടെയാണ്. 23 ക്രോമസോം ഉമ്മയിൽ നിന്നും 23 ക്രോമസോം ഉപ്പയിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ ജനിക്കപ്പെട്ടിട്ടുള്ളത്. എന്തേ? വാപ്പയല്ലേ, പെര കൊണ്ടെടുക്കുന്ന ആളല്ലേ. ആ പൊരയിൽ അടുപ്പ് പുകയണമെങ്കിൽ വാപ്പ പുറത്തിറങ്ങണം, വാപ്പ ചോര നീരാക്കി അധ്വാനിക്കണം. കുടുംബം പോറ്റുക എന്ന ധർമ്മം അത് ഉപ്പാക്ക് ഉത്തരവാദിത്തപ്പെട്ടതാ അല്ലേ? വീട്ടിലെ ആണുങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത്രയേറെ കഷ്ടപ്പെടുന്ന ആളുകളല്ലേ. ഒരു ക്രോമസോം വാപ്പാക്ക് ഏറെ കൊടുത്തിട്ടില്ല. കുട്ടീൻ്റെ മേല് വാപ്പാൻ്റെ ഒരു ക്രോമസോം ഏറെ കൊടുത്തിട്ടില്ല. ഇനി ഉമ്മയാണെങ്കിലോ? ഉമ്മാൻ്റെ കഷ്ടപ്പാട് പറഞ്ഞാൽ തീരുവോ? പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് കുഞ്ഞിനെ ഗർഭം ധരിച്ചവളാണ് ഉമ്മ. 21 എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ചുകൊണ്ട് കുഞ്ഞിന് ജന്മം നൽകിയവളാണ് ഉമ്മ. 2 വയസ്സ് വരെ സഹനം സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കുഞ്ഞിനെ പാലൂട്ടിയവളാണ് ഉമ്മ. അന്നും ഇന്നും എന്നും കഷ്ടപ്പാട് സഹിച്ചു കൊണ്ടിരിക്കുന്നവളാണ്. അതുകൊണ്ട് ഒരു ക്രോമസോം ഏറെ കൊടുത്തിട്ടില്ല അല്ലേ? 23 തന്നെ ഉമ്മാൻ്റെ അടുത്തുനിന്നും എടുത്തത്, അത്ര 23 തന്നെയാണ് വാപ്പയിൽ നിന്നും എടുത്തിട്ടുള്ളത്. അത് നീതിയാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് ഏത് രൂപത്തിൽ വളരണം, എങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായും നമ്മൾ 2 പേരുമാണ്. ഈ ഇണകൾ തന്നെയാണ്. അതുകൊണ്ടല്ലേ മക്കൾക്ക് മാതാപിതാക്കൾ ആരാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിച്ചപ്പോൾ മറുപടി എന്താ പറഞ്ഞത്? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളുടെ സ്വർഗവും നരകവുമാണ്. സ്വർഗമാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൻ്റെ കൂടെ എന്തും കൂടെ പറഞ്ഞു? നരകം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗവും നരകവും ആര് തന്നെയാ? നമ്മൾ പാരൻസാ. നമ്മൾ ആലോചിക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞിന് സ്വർഗമായി മാറാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞിനെ എന്നിലൂടെ അനുഭവിപ്പിക്കുന്നതെല്ലാം അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണോ? അവന് സ്വർഗം കൊടുക്കാൻ തക്ക രൂപത്തിലുള്ള അനുഭവങ്ങളാണോ ഞാൻ നൽകുന്നത്? നമ്മൾ ആലോചിക്കണം. അതാണ്, ആ മാറ്റമാണ് നമ്മളിലൂടെ ഉണ്ടാവേണ്ടത്.
കുഞ്ഞിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ഇബാദത്തുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് ഉമ്മയും ഉപ്പയും ചെയ്യുന്നുണ്ടോ? ഉമ്മയും ഉപ്പയും അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഈ കുട്ടി ചോദിച്ചതാ, വിവാഹം വേണ്ട എന്ന് പറഞ്ഞു വന്ന കുട്ടിയുടെ അടുത്ത് എന്താണ് വൈവാഹിക ജീവിതം, ഇസ്ലാം നിഷ്കർഷിക്കുന്ന വിവാഹ ജീവിതം എന്താണെന്ന് മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലേ? അവിടെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. എങ്ങനെയാണ് ഉമ്മയും ഉപ്പയും ആവേണ്ടത്, ഇണകൾ ദമ്പതിമാരെങ്ങനെയാണ് ആവേണ്ടത്. ഇസ്ലാം പറയുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ആ വീട്ടിൽ ബഹളങ്ങളും കലഹങ്ങളും ഉണ്ടാവില്ല. എന്താ, ഉമ്മയും ഉപ്പയും ഒരിക്കലും ഒരുപോലെ സദസ്സിൽ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഒരു ഉമ്മ എണീറ്റെന്ന് പറഞ്ഞതാ, അല്ല എൻ്റെ മോളെ, നമ്മളെയൊക്കെ വാപ്പാരും ഉമ്മാരും തല്ലുകൂടിക്കാണ്ട് തന്നെയല്ലേ ജീവിച്ചത്, അല്ലേ? ഇണകളാവുമ്പോൾ അല്പസ്വല്പം പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, ഇണക്കത്തോടൊപ്പം പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ചിലപ്പോൾ വഴക്കൂടും, ചിലപ്പോൾ അടിപിടിയൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടൊക്കെ പറയും. എന്നിട്ടിപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഒരിക്കലും ക്ലിനിക്കിൽ വന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ തലയിലെ സ്വഭാവ വൈകല്യത്തിനാണ് കൊണ്ടുവന്നത്. 4ാം ക്ലാസ് പഠിക്കുകയാണ്. സംസാരിച്ച് കഴിഞ്ഞ് തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ തൊപ്പി മാറ്റാൻ പറഞ്ഞു. തൊപ്പിയൊക്കെ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ അവൻ്റെ തലയിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മുടി പോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മുടി പറഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ അത് മറക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് തൊപ്പി വെച്ച് നടക്കുന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് എന്താ തലയിൽ ഇങ്ങനെ മുടി പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഉമ്മ പറഞ്ഞു, അവനൊരു ശീലമുണ്ട് ഡോക്ടറെ, അത് ഞങ്ങളോട് പറയാൻ വിട്ടുപോയി. അവന് പഠിക്കാനിരിക്കുമ്പോഴൊക്കെ മുടി ഇങ്ങനെ പറിച്ച് വലിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മുടി പറിച്ച് വലിച്ചെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണമല്ലോ, അതിലെന്തോ ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ പുറത്താക്കി കുഞ്ഞിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് മോന് മുടി ഇങ്ങനെ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടി പറയാം, ചെറിയ കുട്ടിയായ സമയത്ത് അവൻ ഓർമ്മ വെച്ച അന്ന് മുതലേ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഭയങ്കര പ്രശ്നമാണ്, കലഹങ്ങളാണ്. ആ സമയത്തൊക്കെ കുട്ടിക്ക് സങ്കടം വരും, അവന് കരയുമായിരുന്നു. കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ കരഞ്ഞിട്ടും അവൻ്റെ സങ്കടം തീരുന്നില്ല. അങ്ങനെ ഈ കരച്ചിൽ അവന് ദേഷ്യമായി മാറാൻ തുടങ്ങി. അങ്ങനെ അവൻ എന്ത് ചെയ്തു, കൈ 2 മുടിയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മുടി ഇങ്ങനെ പിഴുത് വലിക്കാൻ തുടങ്ങി. അപ്പോൾ മുടിയിൽ ഭയങ്കരമായിട്ട് വേദന വരും, തലയിൽ വേദന വരും. ആ വേദന കാരണം ഈ സങ്കടം അവന് മറക്കാൻ തുടങ്ങി. ഈ സങ്കടം ഉണ്ടാകുന്ന നിമിഷത്തിൽ നിന്നും കുറച്ച് നേരം അവനൊന്ന് മാറി നിൽക്കാൻ പറ്റി. ഒരു ദിവസം ഇതുപോലെ മുടിയിൽ കൈയിട്ട് വലിച്ച സമയത്ത് കുറച്ച് മുടി അവൻ്റെ കയ്യിൽ പറഞ്ഞു പോന്നു. ഈ മുടി പറഞ്ഞു വരുമ്പം ഭയങ്കര പെയിൻഫുള്ളായിരിക്കില്ല, നല്ല വേദന ഉണ്ടാവും. ഈ വേദനയുടെ ആഴത്തിൽ ഈ സങ്കടം അവൻ കുറച്ച് സമയം അങ്ങ് മറന്നുപോയി. അപ്പോൾ അവന് മനസ്സിലായി, എത്രത്തോളം വേദന കൂടുന്നോ അത്ര പെട്ടെന്ന് എനിക്ക് സങ്കടം ഇല്ലാതെ ആവുന്നുണ്ട്. പിറ്റേ ദിവസം മുതൽ അവനതൊരു ശീലമാക്കി, മുടി ഇങ്ങനെ പറിച്ചെടുക്കാൻ തുടങ്ങി. മുടി ഓരോന്നായിട്ട് അല്ലെങ്കിൽ 2 or 3 കയ്യിൽ കിട്ടുന്ന അത്രയും മുടികൾ അവൻ ശക്തിയായി പിഴുത് പറിച്ചെടുക്കാൻ തുടങ്ങി. ഇങ്ങനെ എന്ത് സംഭവിച്ചു, ആ വീട്ടിലുണ്ടാവുന്ന ദുഃഖം നിറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു പരിഹാരമായിട്ട് അവനതിനെ സ്വീകരിക്കുകയാണ്. നിങ്ങൾ ഓർത്തോക്ക്, വളരെ സിമ്പിളായിട്ട് ആ ഉമ്മ കളഞ്ഞ ഒരു കാര്യമായിരുന്നു അത്. ആ കുട്ടിയുടെ സ്വഭാവ വൈകല്യത്തിൻ്റെ കൂടെ ഈ ഒരു റീസൺ അവർ പറഞ്ഞിട്ടേ ഇല്ല. പോകാൻ നേരം ഞാൻ തൊപ്പി മാറ്റിയ സമയത്ത് കണ്ട ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ് കുഞ്ഞ് ഈ രൂപത്തിലേക്കായി തീർന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്താണ് അതിൻ്റെ പ്രാധാന്യം, എന്താണ്? നമ്മൾ പാരൻസ് തന്നെയാണ് മക്കളുടെ സ്വർഗവും നരകവും എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പുതിയ കാലഘട്ടം അതിങ്ങനെ കൂടുതൽ അർത്ഥവത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിൽ അത്തരം കാരണങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അനുഭവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി വന്നത് എഴുതുന്ന അക്ഷരങ്ങളൊക്കെ തല തിരിച്ചെഴുതുക, നാ ഉള്ളത് ധാ എഴുതും, ആ ഉള്ളത് കുത്തനെ എഴുതുക, എല്ലാം തല കുത്തനെയാണ് ഈ കുട്ടി അക്ഷരങ്ങൾ എഴുതുന്നത്. ടീച്ചറാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. ടീച്ചർ ഒരുപാട് ശ്രമിച്ചു നോക്കി ഇതിന്ന് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട്, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെ വന്ന് നോക്കി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, ഉമ്മയും ഉപ്പയും ഒരുമിച്ചല്ല താമസിക്കുന്നത്, ഡിവോഴ്സ് ചെയ്തിട്ടില്ല, അവർ പിരിഞ്ഞിട്ടില്ല, പക്ഷേ 2 പേരും 2 വീടുകളിലായിട്ടാണ് താമസിക്കുന്നത്. 2 പേരും ഒരുമിച്ചല്ല ഉള്ളത്, അവർ തമ്മിൽ പ്രശ്നങ്ങളാണ്. ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് 2 പേരും സെപ്പറേറ്റായി ജീവിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ മക്കൾ പലതരത്തിലുള്ള മെത്തേഡ്സാണ് കണ്ടുപിടിക്കുന്നത്. പല രൂപത്തിലാണ് അവരവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, എന്താണ് എൻ്റെ കുഞ്ഞിന് ഞാൻ നൽകുന്ന അനുഭവം, എന്താണ് എൻ്റെ കുഞ്ഞിന് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്ന പാഠം, എന്താണ് നമ്മൾ ചിന്തിക്കണം. അവിടെ മനോഹരമായ വിവാഹ ജീവിതം തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. സന്തോഷമുള്ള കുടുംബാന്തരീക്ഷമാണ്.
സന്തോഷമുള്ള കുടുംബാന്തരീക്ഷമാണ്. നമുക്കറിയാം അഡോളസൻ പീരീഡ് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ നോകളാണ് അല്ലേ? നോകളാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, വെറും അരുതായ്മകൾ. നമ്മൾ നോർത്ത് നോക്കി, ഒരു ദിവസം എത്ര തവണ നമ്മൾ മക്കളെടുത്ത് നോകൾ പറയുന്നുണ്ട്? നോ അല്ലേ കൂടുതലും പറയാറ് അല്ലേ? കുറച്ച് സമയം നമുക്കൊരു ഗെയിം കളിക്കാട്ടാ. ഒന്ന് കണ്ണടച്ചിരിക്കുക എല്ലാവരും, അടച്ചോളി. ഇനി ഞാൻ പറയുന്നത് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ. ഞാൻ വിചാരിക്കരുത് എന്ന് പറയുന്നത് വിചാരിക്കരുത്. ഓക്കെ? എല്ലാവരും മഞ്ഞ കളറിലുള്ള ആനയെ വിചാരിക്കരുത്. എല്ലാവരും മഞ്ഞ കളറിലുള്ള ഒരു ആന ആകാശത്തിലൂടെ പറന്നു പോകുന്നത് വിചാരിക്കുകയേ ചെയ്യരുത്. നിങ്ങളൊക്കെ എന്താ ചിരിക്കണ്? കണ്ണടക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് ചിരിക്കുക. ഇനി പതുക്കെ ഒന്ന് കണ്ണു തുറന്നേ. എല്ലാവരും തുറന്നു അല്ലേ? ഇപ്പം എന്താ ഉണ്ടായേ? മഞ്ഞ കളറിലുള്ള ആന ആകാശത്തിൽ കൂടെ ഇങ്ങനെ പറന്നു പോകുന്നത് വിചാരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ. ഒരു കുട്ടിയുണ്ട് അവിടെ. ഒരാൾ അര പൊക്കിക്കണ്. കാരണം ആകാശത്ത് എത്തിയിട്ടില്ല. ഭൂമിയിൽ നിന്ന് വിടുകയും ചെയ്തു, ആകാശത്ത് എത്തിയിട്ടുമില്ല അല്ലേ? അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. വിചാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചില്ലേ? അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു ടെൻഡൻസിയാണ്. നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഒരു ടെൻഡൻസിയാണ്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സ്. ഒരേ കാര്യം ചെയ്യരുത് 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 എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അത് എന്തുകൊണ്ട് എന്നുള്ളത് കുഞ്ഞിന് ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അതെന്തുകൊണ്ട് എന്നത് ഒരു തവണയെങ്കിലും നമ്മളിൽ അത് കണ്ടാൽ, ഒരു തവണ കണ്ടാൽ മതി അല്ലേ? ഒരു തവണ കണ്ടാൽ മതി. ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ അത് അനുഭവിക്കൽ എപ്പോഴാണെന്നറിയാം? മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലാണ്. ഫോൺ അഡിക്ഷന് കുട്ടികളെ കൊണ്ടുവരുവേ. ഡോക്ടറെ ഭയങ്കര ഫോൺ അഡിക്ഷനാണെന്നും പറഞ്ഞിട്ട് ഈ കുട്ടികളടുത്ത് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ കുട്ടി ചോദിക്കും, അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ചികിത്സ ഉണ്ടോ ഡോക്ടറെ നോക്കും. സെഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചോദിക്കും, ഉമ്മാനി ഇപ്പാനി എപ്പോഴാണ് വിളിക്കുന്നത് ഡോക്ടറെ എന്ന്. അപ്പോൾ എന്തിനാ ഉമ്മാന്? അല്ല, ഓർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ? ഫോൺ അഡിക്ഷൻ ആണല്ലോ പ്രശ്നം. ആദ്യം ആർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം? പാരൻസിന് ആദ്യം ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. നമ്മുടെ സന്തത സഹചാരിയല്ലേ? ഇതിനെ നമുക്ക് വിട്ടുപിരിയാൻ പറ്റാറുണ്ടോ? ഉണ്ടെണ്ണയാളെ ഇല്ല അല്ലേ? ഞങ്ങൾ കൊണ്ട് നടക്കും. നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ പോലും പിരിയാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ തലയിണയുടെ താഴേക്ക് മാറ്റി വെക്കും ആളെ അല്ലേ? ഉറക്കത്തിന് ശേഷം പുതിയൊരു ജീവിതം അൽഹംദുലില്ലാ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുക. അപ്പോഴും നമ്മൾ കണ്ണിമ തുറക്കുന്നതിന് മുൻപേ എന്ത് ചെയ്യും? കൈ ഇങ്ങനെ തപ്പും, മൂപ്പരെങ്ങാനും ഇവിടെ ഇല്ലേ, ഇറങ്ങിപ്പോയോന്ന് ഇല്ലേ? എന്നിട്ട് അടിയിൽ നിന്ന് എടുത്തിട്ട് ആ പൂമുഖം കണ്ടിട്ടാണ് നമ്മൾ ഉണരുക. അത്ര പോലും നമ്മുടെ സന്തത സഹചാരിയാണ് മൊബൈൽ ഫോൺ. നമ്മൾ ആലോചിക്കണം, മക്കൾ ഇതല്ലേ കാണുന്നത്? നമ്മളെ സദാസമയം നമ്മളെ കയ്യിൽ എന്താ? ഫോണാണ്, മൊബൈൽ ഫോണാണ്. പിന്നെ കിച്ചണിൽ ഇറങ്ങുമ്പോഴും ഫോണും കൊണ്ടാണ് നമ്മൾ ഇറങ്ങുക. ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഈ ഫോൺ പിടിച്ചിട്ടാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഫോണിൽ എന്തുണ്ടാവും? വയലുണ്ടാവും അല്ലേ? ഫോണിൽ വയലിൽ കേൾക്കും നമ്മൾ, സ്വാഭാവികമാണ്. പക്ഷേ ഈ വയലിൻ്റെ ഇടയിൽ എന്ത് വരും? നോട്ടിഫിക്കേഷൻ വരും താഴെ. എന്താ നോട്ടിഫിക്കേഷൻ വരല്? ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഹോം ടൂറ്. ഇവിടെ ഉള്ള പാരൻസ് ഇതിനെ പറ്റിയൊന്നും കേട്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ മാത്രമല്ലേ പ്രതി ഇല്ലേ? ഡേ ഇൻ മൈ ലൈഫ് ഹോം ടൂർ നിങ്ങൾ കേട്ടിട്ടേ ഇല്ല? അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ ഡേ ഇൻ മൈ ലൈഫ് ഹോം ടൂറൊക്കെ എന്താന്ന്. നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അറിയാതെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് പോവും അല്ലേ? ഓളെ മിക്സി എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഓളെ അടുക്കളയൊക്കെ വൃത്തിയില്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ? മനുഷ്യൻ്റെ മനസ്സെപ്പോഴും അങ്ങനെയാണ്. അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്വരയാണ്. ഒരു സൂഫി കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഭർത്താവിനെ വിളിച്ചിട്ട് ഭാര്യ കാണിച്ചു കൊടുക്കുകയാണ്. ജനലിനുള്ളിലൂടെ ഇങ്ങനെ നോക്കിയേ ആ വീട് എന്ത് വൃത്തിയേടാ വീട് കാണുന്നില്ലേ നിങ്ങൾ? പെയിൻ്റ് അടിച്ചിട്ട് പോലുമില്ല, അതിൻ്റെ പെയിൻ്റൊക്കെ ആകെ അഴുക്കാണ്. ആ വീട്ടുകാരി എന്താ ഇത്ര പോലും വീടിനെ ശ്രദ്ധിക്കുന്നില്ലേ? പെയിൻ്റൊക്കെ ആകെ പോയി അഴുക്ക് നിറഞ്ഞു കിടക്കുകയാണ് ആ വീട്. ഇങ്ങനെ ആ വീടിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഭർത്താവ് എന്ത് ചെയ്തു? ഒരു തുണി എടുത്തിട്ട് അവരുടെ വീടിൻ്റെ ജനലിൻ്റെ ഗ്ലാസ് ഒന്ന് ഇങ്ങനെ അങ്ങ് തുടച്ചു കൊടുത്തു. മുഴുവനായി തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നീ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ നല്ല വൃത്തിയുള്ള അഴുക്കൊന്നുമില്ലാത്ത ഒരു വീട്.
അഴുക്ക് എവിടെയായിരുന്നു? അഴുക്ക് ആ സ്ത്രീയുടെ വീടിലെ ജനലിൻ്റെ ഗ്ലാസ്സിലായിരുന്നു അല്ലേ? അങ്ങനെയാണ് നമ്മൾ മനുഷ്യന്മാരങ്ങനെയാണ്. നമ്മളെ ഉള്ളിലുള്ള അഴുക്കാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. ആ അഴുക്കിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ വൃത്തിയാക്കണം ആദ്യം. ആ ഹൃദയത്തെ നമ്മൾ വൃത്തിയാക്കണം. അതുകൊണ്ട് നമ്മൾ നോക്കും ഓളെ അടുക്കള വൃത്തി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഹോം ടൂറിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒരു ബാത്റൂം ക്ലീൻ ചെയ്യണതും ഓരോ വീട്ടിലുള്ള സകല പണികളും ഈ ഹോം ടൂർ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെയുള്ള പേരിൽ അപ്ലോഡ് ചെയ്യും. അവർക്ക് ബുദ്ധിയുണ്ട്. കാരണം പെണ്ണുങ്ങൾക്ക് പറയുന്ന പേരെന്താ? വുമൻ. വുമൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഇംഗ്ലീഷിൽ അർത്ഥം? വൺ ഹു ഹാസ് ഇൻ്റലിജൻസ് എന്നാണ്, ബുദ്ധിയുള്ളവൾ എന്നർത്ഥം. ഇവർക്ക് അവരുടെ കിച്ചൺ ക്ലീൻ ചെയ്യും, അവരുടെ ബാത്റൂം ക്ലീൻ ആയിട്ട് കിട്ടും, ഫുഡ് റെഡിയാവും, മാസാവസാനം അക്കൗണ്ടിലേക്ക് എന്താ വരിക? ഇന്ത്യൻ റുപ്പി അല്ല, ഇറ്റ്സ് ഡോളേഴ്സാണ് അക്കൗണ്ടിലേക്ക് വരിക. ഷീസ് ഇൻ്റലിജൻറ്റ്, അവൾക്ക് ബുദ്ധിയുണ്ട്. കണ്ടിരിക്കണ നമ്മക്കോ കുറച്ച് കുറവാ അല്ലേ? ഈ സമയത്ത് നമുക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് സിഗ്മ? എന്താ സിഗ്മ എന്ന് വെച്ചാൽ എന്താ? സിഗ്മ എന്താണ്? നിങ്ങളൊന്നും കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. അതന്നെയാണ് പ്രശ്നം. കുട്ടി മടിയിലിരുന്നിട്ട് പറയും ഉമ്മച്ചേ ഞാൻ സിഗ്മയാട്ടോ എന്ന്. നമ്മൾ വിചാരിക്കും എൻ്റെ റബ്ബേ എൻ്റെ കുട്ടി സിഗ്മയാണല്ലോ, കീപ്പ് ഇറ്റ് അപ്പ്, നല്ല കുട്ടി, എൻ്റെ കുട്ടി ഇങ്ങനെ തന്നെ ആവണം കേട്ടോ എന്ന് പറയൂലേ നമ്മൾ? ഇല്ലേ? കാരണം സിഗ്മ വലിയ എന്തോ സാധനമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ പറയണത്. ഉമ്മച്ചി എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ ബോയ്സൊക്കെ സിഗ്മ ബോയ്സാണ്, അതുകൊണ്ട് ഞാനും സിഗ്മ ബോയ് ആണ് നോൻ പറഞ്ഞു. നമ്മളെന്ത് ചെയ്തു? നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് വിടുകയാണ്. ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ തന്നെ ആയിക്കോ. എന്താ സിഗ്മ എന്ന് വെച്ചാൽ? എൻ്റെ വീട്ടിൽ മോന് അവൻ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ കൂടെ കളിക്കാനാണ് ഇഷ്ടം. 3ാം ക്ലാസ്സിലാണ്. എപ്പോഴും പെൺകുട്ടികളുടെ കൂടെ അവന് കളിക്കുക. ഈ മണ്ണിലുള്ള കളിയാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ പെൺകുട്ടികളോട് അവന് ഒരു പ്രത്യേക ഇഷ്ടമാണ്. മനസ്സിൽ ബേജാറില്ലായിട്ടല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവനൊരു ദിവസം ഈ പെൺകുട്ടികളുടെ കൂടെ അങ്ങനെ കളിക്കുക. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ആ മോളെ അവളുടെ വീട്ടിലൊന്ന് കൊണ്ടുവിടണം, ഒരു മതിലിൻ്റെ അപ്പുറമാണ്, നീ കൊണ്ടുവിടണേന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് പറയാം, ഞാൻ കൊണ്ടുവിടുന്നില്ല, ഞാൻ സിഗ്മ ബോയ് ആണ്. ഞാൻ കൊണ്ടുവിടൂല, ഞാൻ സിഗ്മ ബോയ് ആണ്. ഈ സിഗ്മ അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ സിഗ്മ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പെൺകുട്ടികളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാറ്റഗറി ബോയ്സ് ഉണ്ട്. ഇപ്പോൾ വന്നതാ. ആ ബോയ്സിനെ പറയുന്ന പേരാണ് സിഗ്മ ബോയ്സ്. ഈ കുട്ടിയാണ് ഞാൻ സിഗ്മ ബോയ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് വിട്ടത് അല്ലേ? സിഗ്മ വേറെന്തോ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നന്നായിട്ട് അവൻ്റെ പുറത്ത് 4 കൊട്ടൊക്കെ കൊട്ടി അവൻ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ വിട്ടു അല്ലേ? സിഗ്മയാണ് പിന്നീട് ഗേയിസവും ഒക്കെ ആയി മാറുന്നത്. അതാണ് പിന്നീട് ലിവിങ് ടുഗദറും ഡേറ്റിംഗ് ഒക്കെ ആയി മാറുക. കാരണം എന്താ? ഓൻ പണ്ട് സിഗ്മയാന്ന് പറഞ്ഞു പോയില്ലേ? അതുകൊണ്ട് പെൺകുട്ടികളെ കാണാതിരിക്കുക എന്നതാണ് ഹീറോയിസം. നമ്മളെയൊക്കെ കാലത്ത് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ആൺകുട്ടികളായിരുന്നു ഹീറോളല്ലേ? അല്ലേ? ഒരു പ്രത്യേകത എന്താ? കുറച്ച് മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടാവും, പിന്നെ കുപ്പായത്തിൻ്റെ ബട്ടൺസ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല, കോളറൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച്. നിങ്ങളാരും പഠിച്ചിട്ടുമില്ല, സ്കൂളിൽ പോയിട്ടില്ല ആരും? ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രം സ്കൂളിൽ പോയത്, ഞാൻ മാത്രം ഇതൊക്കെ കാണുന്നത്, അങ്ങനെയാ? ആരും ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക, അങ്ങനെയല്ലേ? അന്ന് ഇവരൊക്കെ ആയിരുന്നു ഹീറോസ് എന്ന് പറയണത്. കൂടിപ്പോയാൽ ചിലപ്പോൾ സിഗരറ്റും വലിക്കുണ്ടാവും അല്ലേ? ഇവരെയാണ് ഹീറോകൾ എന്ന് പറയും. ഇപ്പം അതാണോ? ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കുട്ടികളുടെ അടുത്തുള്ള കുറേ ടേംസ് ഉണ്ട്. ലിത്ത്, കൂള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കൗൺസിലിംഗ് വരുന്ന കുട്ടികൾ പഠിപ്പിച്ചു തരുന്നതാ. നമ്മളടുത്തിരുന്ന ഭാഷയിൽ ഇവർ സംസാരിക്കും, അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ അവർ സംസാരിക്കും. നമ്മളപ്പോഴും ചെവി പിടിച്ച് ഇങ്ങോട്ട് വാ ഖുർആൻ ഓത് എന്ന് പറയൂലേ അവനോട് അല്ലേ? ചെവി പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് വാ ഖുർആൻ ഓത് എന്ന് പറയും. ആ വാക്ക് എന്താ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് എന്തിനാ? അത്തരം ലഹരികളിലേക്ക് പോവാതിരിക്കാനാണ്. അതല്ല ഫ്രീഡം എന്നുള്ള പാഠം ഉൾക്കൊള്ളിച്ചു കൊണ്ടാവണം അവനെ പരിശുദ്ധ ഖുർആൻ ഓദിപ്പിക്കുന്നത് അല്ലേ? അത് വെറും വാക്കുകളല്ല. വെറുതെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വോക്കൽ കോഡിൽ നിന്ന് ഓക്സിജൻ വന്ന് അവിടെ ഒരു തരം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് അല്ല അവിടെ നടക്കുന്നത്. അത് ഉള്ളിലേക്ക് ഇങ്ങ് ആഴ്ന്നിറങ്ങണം. ഈ ചെയ്യുന്ന കർമ്മം എന്തിനാണ്, അതിൻ്റെ അന്തസത്ത എന്താണ്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമ്മുടെ മക്കൾ കൂളെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഹാൻസിൻ്റെ ഒക്കെ വേറൊരു വേർഷനാണത്. അതൊരു വൈറ്റ് കളറിലൊരു കുഞ്ഞു തലയണ പോലെയുള്ളൊരു സാധനമാണ്.
ഒരു തലയണ ഷേപ്പിലുള്ള ഒരു വസ്തുവാണ് ഇത്. എപ്പോഴും കുട്ടികൾക്ക് സുലഭമാണിത്, നിഷ്പ്രയാസം അവരുടെ കൈകളിൽ എത്തുന്ന ഒരു വസ്തുവാണ്. കാരണം അവർക്ക് സാഹചര്യങ്ങൾ വേണ്ട, ആരെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവും, 1-2 എണ്ണം കുറഞ്ഞ പൈസയൊക്കെ അവരുടെ കയ്യിൽ കിട്ടും. ഇത് എങ്ങനെയെങ്കിലും നമ്മുടെ മക്കളുടെ കയ്യിലെത്തും, ഉപയോഗിക്കാനും സുഖമാണ്. ഹാൻഡ്സിൻ്റെ പോലെ റിസ്ക് ഇല്ല. അത് ജസ്റ്റ് എടുക്കുന്നു, സ്റ്റിക്കർ പൊട്ടിക്കുന്നു, ചുണ്ടിനെ താഴെ വെക്കുന്നു, ഒന്നും അറിയില്ല, ആരും അറിയില്ല. പണ്ടൊക്കെ സിഗരറ്റ് വലിച്ചാൽ ചെറിയൊരു മണമെങ്കിലും അറിയൂലേ? മണം ഉണ്ടാവില്ലേ? ഇപ്പം മണമില്ലാത്ത സിഗരറ്റ് അവൈലബിളാ, ഒരു സ്മെല്ലും ഇല്ലാത്ത സിഗരറ്റുകൾ അവൈലബിളാണ്. നമുക്ക് എത്ര പേർക്ക് അതൊക്കെ അറിയാം? നമ്മളിൽ എത്ര പേർക്ക് അതൊക്കെ അറിയാം? അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫും ഹോം ടൂറൊക്കെ കണ്ടിരിക്കുന്നതിന് പകരം എന്തൊക്കെയാണ് പുതിയ ജനറേഷനിൽ നമ്മുടെ മക്കളെ ചതിക്കുഴികളിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, ആ ലഹരികൾ എന്തൊക്കെയാണ്, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കണം. അതൊക്കെ നമ്മുടെ ഫോണിൽ അവൈലബിളാണ്. നമ്മുടെ വിരൽ തുമ്പിലുള്ള ഫോണിൽ എല്ലാ അറിവുകളും, സ്കോളേഴ്സും അല്ലെങ്കിൽ ഇതിനെയൊക്കെ കുറിച്ച് പഠിച്ച ഡോക്ടേഴ്സിൻ്റെയൊക്കെ ക്ലാസ്സുകളുണ്ട്, അതൊക്കെ നമുക്ക് കേൾക്കാം. ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഹോംവർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ കൈവിട്ടു പോവും. മക്കൾ നമ്മളെ കയ്യിലുണ്ടാവില്ല, കൈവിട്ടു പോവും. നമ്മൾ ഈ ഇബാദത്തുകൾ ശീലിപ്പിക്കുമ്പോൾ, ഇബാദത്തുകൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെയൊക്കെ അന്തസത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് അത്തരം കുട്ടികളൊക്കെയാണ് ഹീറോകൾ എന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴത്തെ ഹീറോയിസം എന്താണെന്നറിയോ നിങ്ങൾ? ഹൈസ്കൂൾ ലെവലിലുള്ള 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതാ, ഞെട്ടിപ്പോയി ഞാൻ. അവൻ പറയാം, ഹു ഈസ് യൂസിങ് മോർ ബോഡി, അതാണ് ആൺകുട്ടികളുടെ ഏറ്റവും വലിയ ഹീറോ. ആരാണോ കൂടുതൽ ബോഡി ഉപയോഗിക്കുന്നത് അവനാണ് ഹീറോ എന്ന്. നിങ്ങൾ ഓർത്ത് നോക്കൂ. ആൺകുട്ടികളുടെ ഹീറോയിസ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ ഇത്ര ബോഡി ഉപയോഗിച്ചു, അതുകൊണ്ട് ഞാനാണ് ഹീറോ. ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞതാ, ഡോക്ടറെ ക്ലാസ്സിൽ നിൽക്കാൻ കഴിയൂല, കാരണം ക്ലാസ്സിലെ 30 കുട്ടികളിൽ 29 കുട്ടികളും സെറ്റാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊക്കെ ഭാഷയിൽ ലൈൻ ഉണ്ട് എന്ന്. ഇപ്പം ലൈനൊന്നും അല്ല കേട്ടോ. അപ്പോൾ ലൈനും വയറൊന്നും അല്ല, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെയൊക്കെ ടേംസ് മാറി. ഇപ്പോൾ ബെസ്റ്റിയാണ്, ബോയ് ഫ്രണ്ടും അല്ല. ബോയ് ഫ്രണ്ടും പോയി ഇപ്പോൾ ബെസ്റ്റിയാണ്. മക്കൾ നമ്മളടുത്ത് വന്ന് പറയും, ഉമ്മച്ചേ ഞങ്ങൾ ബെസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ പണ്ടേ കേട്ടതാണല്ലോ. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് ചുരുക്കിയതാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയും, അങ്ങനെ തന്നെ ആവണം കേട്ടോ, നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്നോളിട്ടോ നമ്മൾ പറഞ്ഞ് 2 കൊട്ടൊക്കെ കൊട്ടി വിടൂലേ. മനസ്സിലാക്കണത് എന്താ? ബെസ്റ്റി എന്ന് വെച്ചാൽ എന്താ? അവർ സ്നേഹിക്കുന്നവരാണ്, അവർക്ക് ഒരുമിച്ച് ജീവിക്കാം, അവർക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇതല്ല നമ്മളെ നാടും പഠിപ്പിക്കുന്നത്. എല്ലാ ഫ്രീഡവും നമ്മുടെ നിയമവും നമ്മളെ നാടും കൊടുക്കുന്നുണ്ട്. ഒരു ആൺകുട്ടിനെയും ഒരു പെൺകുട്ടിനെയും കാണാൻ പാടില്ലാത്ത രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പോയാൽ ചോദ്യം ചെയ്യുന്ന ആൾ വിവരറിയും ഇല്ലേ? ചോദ്യം ചെയ്യുന്ന ആൾ വിവരറിയും. എൻ്റെ ഉമ്മ ഒരു അനുഭവം പറഞ്ഞത്, ഉമ്മാൻ്റെ നാട്ടിലുള്ള സ്ഥാപനത്തിൽ 2 കുട്ടികൾ ഒരിക്കലും കാണാൻ പാടില്ലാത്ത രൂപത്തിൽ കാണുകയാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ. ഉമ്മ പോയി ചോദിച്ചു, നിങ്ങൾ എവിടുത്തെ കുട്ടികളാണെന്ന് ചോദിച്ചപ്പോൾ ആ ആൺകുട്ടി അവളങ്ങ് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മാനോട് ചോദിച്ചോട്ടേ, അത് ചോദിക്കാൻ ഇജാരാന്ന്, അത് ചോദിക്കാൻ ഇജാരാ. ഉമ്മ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ HM ആണ്, HMൻ്റെ പണിയെടുത്താൽ മതി, ഞങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടാന്ന് അല്ലേ. അന്ന് രാത്രി ഞങ്ങൾ വീഡിയോ കോൺഫറൻസിലിട്ട് ഉമ്മയ്ക്ക് വിവരം പറഞ്ഞു, ഉമ്മാക്ക് ഇത്ര ഒരു അപമാന ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ എക്കാക്ക പറയും, ഉമ്മ അങ്ങക്ക് ഞങ്ങളെ 3 പോറ്റിയാൽ പോരെ, എന്തിനാ നാട്ടുകാരെയും കൂടെ നിങ്ങൾ നന്നാക്കാനും പോറ്റാനും പോണേ? ആ ആൺകുട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയിരുന്നെങ്കിൽ ഞങ്ങൾക്കല്ലേ നഷ്ടം അല്ലേ? അതാണ് കാലഘട്ടം. നമ്മൾ കാണാൻ പാടില്ലാത്തത് കണ്ടാൽ എതിർക്കാൻ പോലും നമുക്ക് അവകാശമില്ല. നമ്മളെ കുട്ടികളല്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ മലപ്പുറത്ത് കോട്ടക്കുന്ന്, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മലപ്പുറം വഴി ഇങ്ങനെ പോയപ്പോൾ 11 മണിയാ സമയം, വെറുതെ നമുക്ക് കോട്ടക്കുന്നൊന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചില്ല. കാരണം എന്താ? കോട്ടക്കുന്നുക്ക് പോണ കാഴ്ച കാണാനല്ലേ. ഇങ്ങനെ നടക്കാനാണെങ്കിൽ കോട്ടക്കുന്ന് പോകണ്ടല്ലോ. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തല താഴ്ത്തി നടക്കാനേ പറ്റുള്ളൂ, തല പൊക്കി വെച്ച് നടക്കാൻ പറ്റൂല. മാസ്ക് ഇട്ടതും ഇടാത്തതുമായിട്ടുള്ള കുട്ടികൾ, ചെറിയ ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ പറ്റുക. എന്തുകൊണ്ടാ? ലജ്ജയില്ല. അവിടെ ഇനി പണ്ടൊക്കെ നമുക്ക് നാട്ടുകാർ കാണുമെന്നുള്ളൊരു പേടി ഉണ്ടാവും അല്ലേ? പടച്ചവൻ്റെ പേടിയാണ് ആദ്യം വേണ്ടത്. പക്ഷെ അത് ഇല്ലാത്ത സ്ഥിതിക്ക് എന്തായിരിക്കും പിന്നെ ഉണ്ടാവുന്ന പേടി? നാട്ടുകാർ കാണുമെന്നല്ലേ. ഇപ്പം എന്ത് നാട്ടുകാർ? ഇപ്പം എന്ത് ഉസ്താദ്, മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് അടുത്ത് വന്നിരുന്നാലും ലജ്ജയില്ല.
അതില്ല. എങ്ങനെ നമ്മളെ മക്കൾ ഇങ്ങനെ ആയിത്തീരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം എന്താണെന്നറിയോ? മൊബൈൽ ഫോൺ തന്നെയാണ്. ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. അതിലിവർ കാണുന്നത് ഒരു ഫാൻറ്റാസ്റ്റിക് വേൾഡാണ്. അതിൽ കാണുന്നതാണ് ജീവിതം, അതാണ് ഫ്രീഡം എന്ന് മനസ്സിലാക്കി സിഗ്മ എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സൊസൈറ്റിയിലേക്ക് എത്താൻ കാരണം എന്താണെന്നറിയോ? ഒരു തൊപ്പി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ലേ അല്ലേ? ഒരു തൊപ്പി ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അൽഹംദുലില്ലാ. ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത് പിന്നെ വളാഞ്ചേരിയാന്ന് തോന്നുന്നു അല്ലേ? ഒരു ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ മുന്നേ ആളുണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അൽഹംദുലില്ലാ. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്നാണ് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. എൻ്റെ മക്കളും മനസ്സിലാക്കുന്നത് അന്നാണ് കേട്ടോ. ഞാൻ അവരുടെ അടുത്ത് പറയുമ്പോഴാണ് അവരിങ്ങനെ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കൂ, അത്രയധികം ഫാൻസ് ഉണ്ടാവണമെങ്കിൽ അയാളൊരു ഹീറോയായി കാണുകയാണ് അല്ലേ? അയാളൊരു ഹീറോ ആയി കാണാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ മക്കൾക്ക് ഇടയിലുള്ള ഹീറോയിസമാണ് ഇതൊക്കെ. ഒരു പെൺകുട്ടിക്ക് ലവ് അഫെയർ ഇല്ലാതെ ആ പെൺകുട്ടി ആ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാണ് കുട്ടികൾ. മോട്ടിവേറ്റ് ചെയ്ത് വിടുകയാണ്, നീ മോശമാണ് കേട്ടോ, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ, അനക്ക് സെറ്റായിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ സെറ്റാക്കി തരാം, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റൂല, മോട്ടിവേഷൻ കൊടുക്കുകയാണ് അല്ലേ? ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ഉള്ള മറ്റു കുട്ടികൾക്ക് കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് സപ്ലൈ ചെയ്തത് ആരാന്നറിയോ? ക്ലാസ്സിലുള്ള മറ്റൊരു പെൺകുട്ടിയാണ്. അവളുടെ വാപ്പാക്ക് ഫാർമസിയാണ്. അപ്പോൾ ഈ ഫാർമസിയിലേക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ ഹോൾസെയിലായിട്ട് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ പെൺകുട്ടി എന്ത് ചെയ്യും? അത് റൂമിൽ നിന്ന് എടുത്തിട്ട് ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ കയ്യിലൊക്കെ ഇത് കൊടുക്കും. സേഫാണ്, ഇത് കയ്യിലുണ്ടായ ഒരു ബേജാറും വേണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഓർത്ത് നോക്കി, ഇതിൻ്റെയൊക്കെ മറ്റൊരു വശം എന്താണെന്നറിയോ? മുസ്ലിം പെൺകുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവരാനുള്ളത്. മുസ്ലിം കുട്ടികളെയാണ്. നമ്മുടെ അത്ര ധാർമ്മികത പഠിപ്പിക്കുന്ന മറ്റു മതമുണ്ടോ? ഒരു ഇസ്ലാം എന്ന് പറയുന്നത് ജീവിത രീതിയാണ്, അതൊരു ഐഡിയോളജിയാണ് അല്ലേ? ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു മതത്തിലുപരി അതൊരു ഐഡിയോളജിയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ആരോഗ്യമുള്ളവനായി ജീവിക്കാൻ എന്തെല്ലാം വേണമെന്നത് കുഞ്ഞു കാര്യങ്ങൾ മുതൽ വലിയ തത്വചിന്തകൾ പോലും പ്രതിപാദിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ തന്നെ ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നത്? നമ്മൾ ചിന്തിക്കണല്ലോ, എവിടെയാണ് നമുക്ക് ഈ പിഴവ് സംഭവിച്ചു പോയത്? ഇത്രയേറെ ധാർമ്മികത പഠിപ്പിക്കുന്ന മതമായിട്ട് പോലും എന്തുകൊണ്ട് നമുക്കിടയിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? ചെറിയ കാര്യങ്ങൾ പോലും അല്ലേ, നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല. നോർത്ത് നോക്കൂ, നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ 90% പ്രോസ്റ്റൈറ്റിസ് ഉണ്ടാവുന്ന ആളുകളും നിന്ന് മൂത്രമൊഴിക്കുന്നവരാ. സയൻസ് തെളിയിക്കുകയാണ്. തികച്ചും ഇല്ലിറ്ററേറ്റ് ആയ കാലഘട്ടത്തിൽ അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ ഇസ്ലാം മതത്തിലൂടെ അള്ളാൻ്റെ ഹബീബ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ശാസ്ത്രം പിന്നീട് തെളിയിക്കുകയാണ്. അത്രയും ശാസ്ത്രീയമായ ഒരു മതം കൂടിയാണ് പരിശുദ്ധ ഇസ്ലാം മതം. അത് പഠിക്കുന്ന, അത് മനസ്സിലാക്കുന്ന ആളുകൾ തന്നെ ഇങ്ങനെ വേണ്ടാത്തരങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ, ലഹരികളിലേക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ, ആ ഫ്രീഡത്തിൻ്റെ എക്സ്ട്രീമിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പാരൻസ് ആദ്യം ചിന്തിക്കണം. നമ്മുടെ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്, ഉമ്മയും ഉപ്പയും തമ്മിലുള്ള സംസാര രീതികൾ എങ്ങനെയാണ്, വീട്ടിൽ അവരുടെ അന്തരീക്ഷം എങ്ങനെയാണ്. അവിടെ സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം അഭിവാജ്യ ഘടകമാണ്. ഈ മക്കളൊക്കെ ഏത് കുഴിയിൽ ചാടിയ മക്കളും വന്ന് അവസാനം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവർ വിരൽ ചൂണ്ട ഉമ്മാനും ഉപ്പാനും എടുത്തേക്കാം. ഉമ്മാനെ ഉപ്പാനെയാണ് അവർ വിരൽ ചൂണ്ടി കാണിക്കുക. ഉമ്മയും ഉപ്പയാണ്, അവർ സ്നേഹിച്ചിട്ടില്ല, അവർ തമ്മിൽ സ്നേഹിച്ചിട്ടില്ല, അവർ സ്നേഹം കൊടുത്തിട്ടില്ല എന്നല്ല, അവർ തമ്മിൽ സ്നേഹിച്ചിട്ടില്ല. ഇസ്ലാം പറയുന്നത് ഇതാണോ? എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് വിവാഹ ജീവിതം അടിമത്തമാണെന്ന് തോന്നുന്നത്? പരിശുദ്ധ ഇസ്ലാം മതത്തിൽ പറയുന്നത് എന്താ? ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നവളും, അവളുടെ ഭർത്താവിൻ്റെ അവളുടെ ശരീരവും അവരുടെ സമ്പത്തും സംരക്ഷിക്കുന്നവളും, അവൻ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളുമാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇത് മാത്രം കേൾക്കുമ്പോൾ കുറേ ചോദ്യങ്ങളുണ്ടാവും അല്ലേ? ഫെമിനിസം ഒക്കെ പറയുന്ന ആളുകൾ, ഫെമിനിസത്തിൻ്റെ ഒരു എക്സ്ട്രീമിൽ ഇതിനൊക്കെ നല്ല വശങ്ങളുണ്ട്, ഈ ഫെമിനിസത്തിനൊക്കെ നല്ല വശങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ചിന്ത പോകുന്നത്. ഇസ്ലാം മതമാണ് ഏറ്റവും നന്നായി ഫെമിനിസം പറയുന്ന മതം. അത് അടുത്ത വരി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ്? സ്ത്രീ അനുസരണയുള്ളവളാവണം, അവനെ സന്തോഷിപ്പിക്കുന്നവളാവണം, അവൻ്റെ അഭാവത്തിൽ സംരക്ഷിക്കപ്പെടുന്നവളാവണം എന്നൊക്കെ പറയുമ്പോൾ പുരുഷൻ സ്ത്രീയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, പുരുഷനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. എങ്ങനെയാവണം പുരുഷൻ?
എങ്ങനെയാവണം? അവളോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാവണം. അവളോട് ഏറ്റവും മനോഹരമായി പെരുമാറുമ്പോൾ അവളിലേക്ക് നോക്കുമ്പോൾ നിനക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ കണ്ടേക്കാം. അപ്പം എന്താ ചെയ്യാൻ പറഞ്ഞത്? 2 അടി കൊടുത്തിട്ട് നന്നാക്കണം അല്ലേ? ഇഷ്ടമില്ലാത്ത സ്വഭാവം കാണുമ്പോൾ 2 എണ്ണം കൊടുത്തങ്ങോട്ട് നന്നാക്കുക. അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ല അള്ളാൻ്റെ ഹബീബ് പഠിപ്പിച്ചത്. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചത് അങ്ങനെയല്ല. അവളിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ നിനക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവമെങ്കിലും ഉണ്ടാവും. അതിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക, നീ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളെ പരിയിൽ പ്രശ്നം ഉണ്ടാവുക? ഒരു നന്മയെങ്കിലും ഇല്ലാത്ത സ്ത്രീകൾ ഉണ്ടാവുമോ? ഒരു നന്മയെങ്കിലും ഇല്ലാത്ത പെണ്ണുങ്ങളുണ്ടോ ഭൂമിയിൽ? ഇല്ല അല്ലേ? അവിടെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരു പുരുഷൻ എങ്ങനെ നമ്മൾ അനുസരിക്കാതിരിക്കുക? ഈ രൂപത്തിലുള്ള ഒരു പുരുഷനെ എങ്ങനെയാണ് നമ്മൾ സന്തോഷിപ്പിക്കാതിരിക്കുക? ഈ രൂപത്തിലുള്ള ഒരു പുരുഷനെ എങ്ങനെയാണ് അവരുടെ അഭാവത്തിൽ നമ്മൾ സംരക്ഷിക്കാതിരിക്കുക? ചിന്തിക്കണം. ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകേണ്ട സാധനമാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാം കാണിച്ചു തരുന്ന മാതൃക. എന്ത് മനോഹരം! ചിന്തിച്ചു നോക്കൂ. നീ അവളെ അടിക്കരുത്, മക്കൾക്ക് മുന്നിൽ വെച്ച് അടിക്കരുത് എന്ന് പറയുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണത്. മക്കൾക്ക് മുന്നിൽ വെച്ച് തന്നെ ദേഷ്യം വന്നാൽ പിന്നെ മക്കളുണ്ടോ, ഉമ്മ ഉണ്ടോ, വാപ്പുണ്ടോ എന്നൊന്നും നോക്കൂല അല്ലേ? പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല എന്ന് പറഞ്ഞ മാതിരി ദേഷ്യം ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഒന്നും നമ്മൾ കേൾക്കണമില്ല, കാണണമില്ല. അവിടെ വെച്ചങ്ങ് പ്രതികരിക്കുകയാണ്. പിന്നെ എൻ്റെ ദേഷ്യം പോയി കിട്ടണ്ടേ എന്നാ പറയാം. പിന്നെ എൻ്റെ ദേഷ്യം പോയി കിട്ടണ്ടേ. ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നിരുന്നു, മുൻകോപമായിട്ടാണ് കൊണ്ടുവന്നത്. അവളൊന്നും ചെയ്തിട്ടില്ല. വീട്ടിലെ 3 ഓവൻ, 7 അയൺ ബോക്സ്, 2 ഫ്രിഡ്ജ്, വാപ്പാൻ്റെ ഒരു ലക്ഷറി കാറിൻ്റെ ചില്ല്, പിന്നെ വാപ്പാൻ്റെ ഒരു ബൈക്കിൻ്റെ ഏകദേശം ആ ഗ്ലാസ് മുഴുവൻ. ഇത്രേ അവൾ പൊട്ടിച്ചിട്ടുള്ളൂ. പൊട്ടിക്കാൻ കാരണം എന്താ? ദേഷ്യം വരുമ്പോഴൊക്കെ ഓരോന്നോരോന്നായി പൊട്ടിച്ചതാ. അങ്ങനെ അവൾ അടുത്തിരുത്തി സംസാരിച്ച്, അല്ല മോളെ എങ്ങനെയൊക്കെ ദേഷ്യം ഉണ്ടാവാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ മോളിൻ്റെ അടുത്ത് വയ്ക്കുക. ഡോക്ടർ ദേഷ്യം വരുമ്പോൾ പിന്നെ എന്താ ചെയ്യൽ? ഡോക്ടർ ദേഷ്യം വരുമ്പോൾ പിന്നെ എന്താ ചെയ്യൽ? ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരലില്ല, എന്നാൽ എൻ്റെ അമ്മാക്കും ഉപ്പാക്കും വരലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മ ഇപ്പം എന്താ ചെയ്യൽ? എൻ്റെ ഉപ്പ ഉമ്മാൻ്റെ 7 മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിക്കണെന്ന് പറഞ്ഞു. ഉപ്പ ഉമ്മാൻ്റെ 7 മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മയെന്ന് ചോദിച്ചാൽ ഉമ്മ പിന്നെ ഫോണൊന്നും പൊട്ടിച്ചിട്ടില്ല, അടുക്കളയിലുള്ള 8 ക്രോക്കറി സെറ്റ് എറിഞ്ഞു പൊടിച്ചിട്ടുള്ളൂ എന്ന്. അടുക്കളയിലുള്ള 8 ക്രോക്കറി സെറ്റ് താഴെ ഇട്ട് പൊട്ടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ മകൾ ഇങ്ങനെ ചെയ്യുള്ളൂ ഇല്ലേ? നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവില്ലേ? ഓരോ കേസുകൾ മുന്നിൽ വരുമ്പോൾ എനിക്ക് പോലും അത്ഭുതം തോന്നുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥ അത് പ്രവചിക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടു വളരുന്ന ഒരു കുഞ്ഞ് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ? അപ്പോൾ ഒട്ടുമിക്ക കേസുകളിലും മക്കളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ പാരൻസിനാണ് കൂടുതൽ സമയം കൗൺസിലിങ്ങിന് കൊടുക്കേണ്ടി വരാറ്. കാരണം എന്താ? ഇവരെ കണ്ടാണ് പഠിക്കുക. നമ്മളെയാണ് മക്കൾ മാതൃകയാക്കുന്നത്. ഇവിടെ പരിശുദ്ധ ഇസ്ലാം മതം കാണിച്ചു തരുന്ന ദാമ്പത്യ ജീവിതം ഇങ്ങനെയാണ്. ഇത്ര മനോഹരമാണ്, ഇത്ര രസമുള്ള ജീവിതമാണ്. ആയിഷ ബീവി ചോദിച്ചില്ലേ, നിങ്ങൾക്ക് എന്നോട് എത്ര സ്നേഹമുണ്ട് ഹബീബേ എന്ന് ചോദിച്ചപ്പോൾ, കയറ് പോലെയാണ്, പിരിച്ചു വെച്ച കയറ് പോലെയാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം. എത്ര പേര് ശ്രമിച്ചാലും, ആരൊക്കെ ശ്രമിച്ചാലും ആ കയറിൻ്റെ പിരി വേർപ്പെടുത്താൻ കഴിയൂല, ആ കയറിൻ്റെ കെട്ട് വേർപ്പെടുത്താൻ കഴിയൂല എന്ന്. അതാണ് ഇണകൾക്കുള്ളിൽ ഉണ്ടാവേണ്ട സ്നേഹം. ഇടയ്ക്കിടെ ആയിഷ ബീവി ചോദിക്കുമായിരുന്നു എന്ന്, എന്നോടുള്ള സ്നേഹം ആ കയറിപ്പം എങ്ങനെയുണ്ട്, ആ കയറിപ്പം എങ്ങനെയുണ്ടെന്ന് ഹബീബിൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. ഇത്രേ നമ്മളൊക്കെ ഒന്ന് പുരയെ പോയി ചോദിച്ചു നോക്കല്ലേ, ആ കയറിപ്പം എങ്ങനെയുണ്ടെന്ന്. ഏത് കയറ്? കിണറുമത്തെ കയറോ എന്ന് വയ്ക്കും, അല്ലെങ്കിൽ പശുവിനെ കിട്ടിയ കയറോ എന്ന് വയ്ക്കും. അങ്ങനെ ഒരു കയറൊക്കെ ഉണ്ടാവണം, ആ ഒരു സ്നേഹം ഉണ്ടാവണം. അത് മക്കൾക്ക് കാണിച്ചു കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ടല്ലേ നിങ്ങൾ മക്കൾക്ക് മുന്നിൽ വെച്ച് പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുകയും വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് പ്രകടിപ്പിക്കാനുള്ളതാ. ആ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം. കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ സ്നേഹം കൊണ്ട് മായ്ച്ചു കളയുക. അതാണ് ഇസ്ലാം കാണിക്കുന്ന മാതൃക. ഈ മാതൃക ഇതുപോലെ പറഞ്ഞു കൊടുത്തപ്പോൾ പെൺകുട്ടി ചോദിക്കുക, ഡോക്ടറെ ഇതൊക്കെ എനിക്കറിയാം, ഇസ്ലാമിൽ എന്താണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം, അതാണോ ഇവിടെ സംഭവിക്കുന്നത്, അതാണോ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ കുട്ടി ചോദിക്കുക.
അപ്പോൾ പിന്നെ നമ്മൾ അനുഭവത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ പിന്നെ അനുഭവം ആരുടെ അനുഭവം ആവണം? സ്വന്തം അനുഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ രസമാണ്. ഡോക്ടർ 16-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞതും മെഡിസിൻ പഠനം പൂർത്തിയാക്കിയതും പിന്നെ PG എടുത്തതും കുട്ടികൾ ഉണ്ടായതും ഒക്കെ ഇങ്ങനെ മനോഹരമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറയാം, ഇതൊക്കെ ഡോക്ടർ അനുഭവമല്ലേ, ഇതൊക്കെ ഡോക്ടർ അനുഭവമല്ലേ എന്ന്. അവരവൻ്റെ അനുഭവമല്ലേ വലുത് അല്ലേ? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളല്ലേ വലുതുണ്ടെയാളെ? അല്ല എൻ്റെ അനുഭവം നിങ്ങൾക്ക് വലുതാവോ? അല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മനുഷ്യനും അവരവരുടെ അനുഭവങ്ങളാണ് വലുത്. ആ കുട്ടി പറയും ഇത് ഡോക്ടർ അനുഭവമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പുരയിൽ നടക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഉപ്പാനോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഉപ്പാക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഉടൻ എൻ്റെ ഉപ്പ ഉമ്മാനെ അടിക്കണതാണ് ഞാൻ കാണാറുള്ളത്. യാതൊരു കൂസലും ഇല്ലാണ്ട് യാതൊരു മടിയില്ലാതെ ഉമ്മാനെ ഉപ്പ അടിക്കുന്നതാണ് ഞാൻ കാണാറുള്ളത്. പല ദിവസങ്ങൾ ഉമ്മ അടുക്കളയിലിരുന്ന് കരയണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മാൻ്റെ ജീവിതം നരകത്തിലായി, എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് അവസാനിക്കും, ഞാൻ ഈ ഒരു അധോഗതി എനിക്ക് ഉണ്ടായല്ലോ എന്ന് വന്ന് ഉമ്മ ഗദ്ഗതം പറയുന്നത് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നയാളെ അല്ലേ? നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ അനുഭവത്തിലൂടെയൊക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ മുന്നിൽ ഇത് മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് ഓപ്ഷൻസ് കുറേയാണ് അല്ലേ? നമ്മളെ മുന്നിൽ +2 കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒന്നുകിൽ എൻട്രൻസ് എഴുതുക, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോവുക, ഇതെല്ലാം ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാൻ തുടങ്ങി അല്ലേ? നമ്മൾ മാർക്കിനനുസരിച്ച് ഓരോ കോളേജിലും പോയി നമ്മൾ മാർക്ക് ലിസ്റ്റ് കൊടുക്കും. അങ്ങനെ ഇരുന്ന് പണ്ടൊക്കെ അലോട്ട്മെൻറ്റ്, ഇപ്പോൾ അലോട്ട്മെൻറ്റ്സ് ആണ് അല്ലേ? ഓപ്ഷൻസ് ഒരുപാടാണ്, നിരവധി അനവധി ഓപ്ഷൻസാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ജീവിതവും ഇഷ്ടമുള്ളതുപോലെ തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡമാണ് മക്കൾക്കുള്ളത്. അവിടെ ആർക്കും നോ പറയാൻ പറ്റൂല. ഞാനിപ്പോൾ എൻ്റെ മൈക്ക് പിടിച്ച് നിങ്ങളോട് പറയാം, ഞാൻ ആണാണ്, ഇന്ന് മുതൽ ഡോക്ടർ ഫർഹാൻ നൗഷാദ് ആണാട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും എന്നെ എതിർക്കാൻ പറ്റുമോ? എതിർത്താൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് കംപ്ലൈൻറ്റ് കൊടുത്താൽ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം എന്താ? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ജെൻഡർ ന്യൂട്രാലിറ്റി, നോട്ട് ജെൻഡർ ഈക്വാലിറ്റി. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആണിനും പെണ്ണിനും തുല്യ അവകാശം വേണം. അതിൻ്റെ അപ്പുറത്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആണ് പെണ്ണ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ലാന്ന്. മനുഷ്യന്മാരാണൊക്കെ. നിങ്ങളെ കുട്ടിക്ക് തോന്നാണ് ഓന് നാളെ മുതൽ പെണ്ണാന്നോ പറയുക, നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. ഓൻ പെണ്ണാണെന്ന് നമ്മളങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കണം. അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. അതാണ് നമ്മളെ നിയമം നിഷ്കർഷിക്കുന്നത്. അതിന് അനുവദിച്ച് കൊടുക്കുക. നമ്മളെ മക്കൾ അവരുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലും ഹൈസ്കൂളുകളിലൊക്കെ പ്രത്യേക സെഷൻസ് കൊടുക്കുകയാണ് മക്കൾക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഓറിയൻറ്റേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ പെൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലൊരു ആൺകുട്ടി ഉണ്ടാവും കേട്ടോ. ആ ആൺകുട്ടിയെ നിങ്ങൾ കണ്ടെത്തണം, ആ ആൺകുട്ടിയെ നിങ്ങൾ ഉണർത്തണം. നിങ്ങൾ ആൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലൊരു പെൺകുട്ടി ഉണ്ടാവട്ടോ, ആ പെൺകുട്ടീനെ നിങ്ങൾ ഉണർത്തണം. ഇത് കേൾക്കുന്നത് ഈ അഡോളസെൻ്റ് പീരീഡിലാണ്, കൗമാരപ്രായത്തിലാണ്. കൗമാരത്തിൻ്റെ പ്രത്യേകത എന്താ? അഡോളസെൻ്റ് പീരീഡ് ഈസ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്ക് പോകുന്നൊരു ട്രാൻസിഷൻ പീരീഡാണ്. അവിടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പീരീഡാണ്. അതൊരു സ്ഥായി ഭാവമല്ല. അവിടെ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, ഒരവസ്ഥയും സ്ഥിരമായി നിൽക്കുന്നില്ല, മാറിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. ഈ മനസ്സിലേക്കാണ് ഈ ഹോർമോണൽ വേരിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിലേക്കും മനസ്സിലേക്കുമാണ് ഇത്തരം ചിന്തകൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത്. സ്വാഭാവികമായും മക്കൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. മക്കൾ അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവരുടെ ചിന്തകൾ മാറാൻ തുടങ്ങും. ഇതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആവണം അല്ലേ? എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി, എന്താണ് ജെൻഡർ ഈക്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഫെമിനിസം, എന്താണ് ലെസ്ബിയനിസം, എന്താണ് ഗെയിസം, എന്താണ് സിഗ്മ, ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധി അനവധി ന്യൂ ജനറേഷൻ ടെർമിനോളജീസ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ധാർമ്മികത പഠിപ്പിക്കാൻ. അതിൻ്റെ കൂടെ വേണം നമ്മൾ ഇബാദത്തുകളിലേക്ക് മക്കളെ തിരിച്ചുവിടാൻ. പരിശുദ്ധ ഖുർആൻ അതിനൊക്കെയുള്ള മാർഗമാണ്, അല്ല പ്രകാശമാണ്, അൽഹുദയാണ്, മാർഗദർശിയാണ്, വഴികാട്ടിയാണ്. ആ വഴികാട്ടിയുടെ പാതയിലൂടെ അൽഹംദുലില്ലാ നമ്മുടെ മക്കളെ തിരിച്ചുവിടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു അല്ലേ? അൽഹംദുലില്ലാ. തികഞ്ഞ ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കും. നിങ്ങളുടെ മക്കൾ ഇൻഷാ അല്ലാ 1-2 വർഷങ്ങൾ കൊണ്ട് അവർ ഹാഫിലായിട്ട് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി ഇറങ്ങുകയാണ്.
അല്ലേ? ആ മനപ്പാഠമാക്കിയത് തലച്ചോറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബൈഹാർട്ടാക്കി വെച്ചാൽ പോരാ, അത് അവരുടെ ജീവിതത്തിലും കൂടെ അവർക്ക് ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും സാധിക്കണം. നേരത്തെ ആദ്യം ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞു വെച്ച അനുഭവം ആവർത്തിക്കരുത്. ആ അനുഭവം ഒരിക്കലും ഇനി ആവർത്തിക്കുമാറായിത്തീരരുത്. ആ കണ്ണുനീരിൽ ആഴുന്ന ആ ഉമ്മയുടെ സ്ഥാനത്ത് നമ്മൾ ആരും എത്തിപ്പെടാൻ പാടില്ല. നമ്മളാരും ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പാടില്ല. നമ്മുടെ മക്കൾ എന്താണോ മനസ്സിലാക്കിയത് അതിന് നമ്മളാണ് ശ്രമിക്കേണ്ടത്. നമ്മളാണ് മാതൃക കാണിക്കേണ്ടത്. വീടകങ്ങൾ എത്രത്തോളം സൗന്ദര്യമുള്ളതാവുന്നോ, എത്രത്തോളം സംതൃപ്തമാവുന്നോ, അത്രയേറെ നമ്മുടെ മക്കളുടെ ജീവിതം സംതൃപ്തമായി തീരും. എത്രത്തോളം ആനന്ദകരമാണ്, എത്രത്തോളം നല്ല മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, അത്രയേറെ അവിടെ മാതൃകകളാവും. ഇല്ലേ? മക്കൾ കാണുന്നത് എത്ര ഡേഞ്ചറസ് ആണെന്നറിയാം. നിങ്ങൾ ഒരിക്കൽ കൗൺസിലിങ്ങിന് വന്നതാണ് ഒരു ഭാര്യയും ഭർത്താവും. ഇവരുടെ പ്രശ്നം കുടുംബ പ്രശ്നമാണ്. ഈ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഭർത്താവിനോടുള്ളതിനേക്കാൾ പ്രശ്നം അമ്മായിമാനോടാണ്, അല്ലേ? അപ്പം ഇങ്ങനെ ഇവർ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മായിമാനെ കുറിച്ച് ഇങ്ങനെ പരാതികൾ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മടിയിൽ 4 വയസ്സായ കുട്ടിയുണ്ട്. ഈ 4 വയസ്സായ കുട്ടി ഉടനെ ഉമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറയാ, ഡോക്ടറെ, അമ്മ പറയണത് ഒക്കെ ഒന്നും വിശ്വസിക്കണ്ട കേട്ടാ, എൻ്റെ അമ്മ അത്ര നല്ല ആളൊന്നും അല്ല എന്ന്. എൻ്റെ ഉമ്മ പറയണത് എല്ലാം ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. എൻ്റെ ഉമ്മമ്മ അമ്മ പറയണ അത്ര മോശക്കാരിയൊന്നും അല്ല, എൻ്റെ ഉമ്മ അത്ര നല്ല ആളും അല്ല. ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ആ കുഞ്ഞ് 7 വയസ്സ് വരെ മാത്രം തലച്ചോറ് വളരുന്ന, ബ്രെയിനിൻ്റെ ഗ്രോത്ത് സംഭവിക്കുന്ന ആ കുഞ്ഞിൻ്റെ തലച്ചോറിനകത്ത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും വിത്തുകളല്ലേ നമ്മൾ പാകുന്നത്, അല്ലേ? ഇതാണ് ഈ വിത്തുകളാണ് വളർന്ന് വലുതാവുക. ആ വിത്തുകളാണ് വൃക്ഷമായി മാറുക. അതിൽ കായ്ക്കുന്ന ഫലങ്ങളും ഈ വൃത്തികെട്ട ചിന്തകളുടെയും അല്ലെങ്കിൽ കാരുണ്യമില്ലാത്ത അവസ്ഥയുടേതൊക്കെ ആയിരിക്കും. അതിൽ നിന്നും നന്മയുടെ ഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റൂല. കാരണം പാകിയത് എന്താണ്? പാകിയ വിത്തുകൾ എന്താണോ അത് തന്നെ മുളച്ചു വരുള്ളൂ, അത് തന്നെ ഫലങ്ങളായി നമുക്ക് സമ്മാനിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ നന്മയുടെ വിത്തുകൾ നമ്മുടെ മക്കളുടെ തലച്ചോറിൽ നമ്മൾ പാകുക. അവരെ കൊണ്ട് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുക, സംസാരിക്കാൻ പഠിപ്പിക്കുക. എത്രത്തോളം അവർ നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഫ്രീഡം നൽകുന്നുണ്ടോ, അതിനനുസരിച്ച് കുട്ടികൾ ഇതൊക്കെ പറയും നമ്മളടുത്ത്. എൻ്റെ ഹസ്ബൻഡ് നൗഷാദൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. കുഞ്ഞും നാൾ മുതലേ മക്കളെ സ്കൂളിലാക്കിയത് മുതലേ 2 പേരെ അൽഫിത്രയിലാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2:45 അൽഫിത്രയിലാക്കും. അന്നേ സ്കൂളിൽ പോയി വരുന്ന സമയത്ത് മക്കളെടുത്ത് പറയും, വീട്ടിൽ അന്ന് ജീവിതത്തിലുണ്ടായ സ്കൂളിലുണ്ടായ 5 നന്മകളും 5 സന്തോഷങ്ങളും 5 സങ്കടങ്ങളും ഉപ്പാനോട് പറഞ്ഞിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. രാത്രി കിടക്കുമ്പോൾ നല്ല രസം. ആദ്യം ഉപ്പ പറഞ്ഞു തുടങ്ങും ഉപ്പാൻ്റെ ജീവിതത്തിലുണ്ടായ 5 സന്തോഷങ്ങളും 5 സങ്കടങ്ങളും. ആ ദിവസം ഉണ്ടായ 5 സന്തോഷങ്ങളും 5 സങ്കടങ്ങളും മക്കളെടുത്ത് പറയും. പിന്നെ വലിയ മോൻ പറയാൻ തുടങ്ങും 5 സന്തോഷവും 5 സങ്കടവും. പിന്നെ രണ്ടാമത്തെ ആൾ പറയും 5 സന്തോഷവും 5 സങ്കടവും. ഇപ്പോൾ ചെറിയ ആൾ, മൂന്നാമത്തെ ആൾ, LKG പഠിക്കുന്ന ആളും പറയും 5 സങ്കടവും 5 സന്തോഷവും പറഞ്ഞിട്ടേ ഇവർ 4 പേരും കിടന്നുറങ്ങുള്ളൂ. ഇതൊരു ശീലമാണ്. ഇത് പറയാണ്ട് ഇപ്പോൾ ഉറങ്ങൂല. ഒതുണ്ടാക്കി വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പറയുകയാണ് അവർ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ നിങ്ങൾ? നമ്മളെ മക്കൾ വളരുന്ന സമയത്ത്, ചെറിയ പ്രായത്തിൽ, അഡോളസൻ പീരീഡിൽ എല്ലാ മനുഷ്യന്മാർക്കും സങ്കടവും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും. മക്കൾക്കും ഉണ്ടാവും അവരുടേതായ സങ്കടങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ ചെരുപ്പിൽ നിന്ന് നമ്മളത് നോക്കുമ്പോൾ നമുക്കതൊക്കെ സിമ്പിളായിട്ട് തോന്നിയേക്കാം. പക്ഷെ അവരുടെ ചെരുപ്പിൽ ഇറങ്ങി നോക്കുമ്പോൾ അതവർക്ക് വലിയ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ മക്കളുടെ ഒരു പ്രകൃതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗ്ഗം അവർ തേടൂല. നമ്മളൊരു പക്ഷെ ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്നിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട്, നമ്മുടേതായ ആനന്ദങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആ വിഷമത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. മക്കളുടെ ഒരു സൈക്കോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കൂല. അവരെന്ത് ചെയ്യും? ഇത് നേരെ അവരുടെ ഉപബോധ മനസ്സിലേക്ക് അങ്ങ് മാറ്റിവെക്കും, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് മാറ്റിവെക്കും.
പിന്നീട് അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഈ നമ്മുടെ ബ്രെയിനിലുള്ള ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന മുന്നിൽ കാണുന്നൊരു ഭാഗമുണ്ട്, നെറ്റിയുടെ തൊട്ട് പുറകിലുള്ള ബ്രെയിനിൻ്റെ ഒരു ഭാഗം. ആ ഭാഗമാണ് ഒരു മനുഷ്യൻ ഏത് രൂപത്തിൽ യുക്തിയുള്ള ആളാവണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഏകദേശം 25 വയസ്സാകുമ്പോഴത്തേനാണ് ഈ ഫ്രണ്ടൽ ഏരിയ പൂർണ്ണ വളർച്ചയിലെത്തുക. ഈ സമയമാകുമ്പോഴത്തേന് ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ പതിയെ പതിയെ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ അവരുടെ അഡോളസൻ പീരീഡ് കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് ഇങ്ങനെ യൗവനത്തിലേക്ക് എത്തുമ്പോൾ ചില സ്വഭാവ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ചില ജീവിതത്തിലെ ചില റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ചൈൽഡ്ഹുഡ് ട്രോമയായിരിക്കും. കുട്ടിക്കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങൾ, പ്രശ്നങ്ങൾ, അത് മാനസികമായോ ശാരീരികമായോ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അബ്യൂസുകളായിരിക്കും ഇതിന് കാരണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ്? ചൈൽഡ്ഹുഡിൽ അത് നെഗ്ലക്റ്റ് ചെയ്ത് വിടും. അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അവർ മാറ്റി വെക്കുക. അതൊരു കാര്യമേ ആക്കൂല, അതൊരു വിഷമയെ ആക്കി എടുക്കൂല. പക്ഷേ പിന്നീടുള്ള ഈ ഫ്രണ്ടൽ ലോബ് വളരുന്ന സമയമാകുമ്പോഴത്തേന് അതിങ്ങനെ കോൺഷ്യസ് മൈൻഡിലേക്ക്, ബോധ മനസ്സിലേക്ക് വരാൻ തുടങ്ങും. അത് പ്രശ്നങ്ങളായിട്ടും അത് ഈ എക്സ്ട്രീം ലെവലിലുള്ള ലഹരികളിലേക്കൊക്കെ എത്താൻ തുടങ്ങും. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളുടെ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് നമ്മൾ പഠിക്കുക. നിങ്ങൾ ഹോസ്റ്റലിലേക്ക് മക്കളെ ഫോൺ ചെയ്യൂലേ? ഫോൺ ചെയ്യുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക? ഇന്ന് പഠിച്ചോന്ന് അല്ലേ? ആദ്യം വരുന്ന ചോദ്യം എന്താ? ഇന്ന് പഠിച്ചോ? കുട്ടി സ്കൂള് വിട്ട് കയറി വരുമ്പോൾ തന്നെ എന്താ ചോദിക്കുക? പേപ്പർ കിട്ടിയോ? അല്ലെങ്കിൽ എന്തൊക്കെയാ ഹോംവർക്ക് ഉള്ളത്? ഹോംവർക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും ടെൻഷൻ ആർക്കാ ഉണ്ടാവല്ലേ? കുട്ടിയൊക്കെ വല്ല ടെൻഷനും ഉണ്ടാവില്ല കേട്ടോ ഹോംവർക്കിൽ. നോ, നെവർ, ഒരിക്കലും. ഓർക്കും ഒരു ടെൻഷനും ഹോംവർക്കിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. പക്ഷെ ഞായറാഴ്ച രാത്രി ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കല്ല ആരാ? ഉമ്മാരല്ലേ? പിറ്റേ ദിവസം സ്കൂളുണ്ട്. എന്തിനമ്മാക്ക് ടെൻഷൻ? എന്തിനമ്മാക്ക് ടെൻഷൻ? മക്കളെ പഠിപ്പിക്കണം, പഠിക്കണം, ഒന്നാമനാവണം. പഠിച്ച മൃഗങ്ങളാക്കിയിട്ട് കാര്യമില്ല അല്ലേ? കുട്ടി പഠിച്ച് ഡോക്ടറായി, ഡയഗ്നോസിസ് പക്ക ചെയ്യാതെ, ഡയഗ്നോസിസ് കറക്റ്റ് ചെയ്യാതെ ആ ഡോക്ടർ ഡയഗ്നോസിസിൽ ആ രോഗി കിടക്കുന്നത് അല്ലേ? കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ആ ഡോക്ടർ, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മരിച്ചോ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം എങ്ങനെയെങ്കിലും അവിടെ ഉണ്ടാകും ഇല്ലേ? 50 ലക്ഷം എങ്ങനെയെങ്കിലും അവിടെ അങ്ങോട്ട് ഉണ്ടാവും. അത് ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടാത്ത ഒരു കിഡ്നിയാണ് എങ്കിൽ ആ ഡോക്ടർക്ക് അത് പറയാൻ തോന്നുകയാണ്. അതെന്ത് പൈസനോടുള്ള മോഹമല്ലേ? എന്ത് നമ്മൾ പഠിപ്പിച്ച് ഡോക്ടറാക്കിയിട്ട് കാര്യമുണ്ടോ? പഠിപ്പിച്ച് ഡോക്ടറാക്കിയിട്ട് കാര്യമില്ല. പഠിപ്പിച്ച് മൃഗങ്ങളാക്കിയിട്ട് കാര്യമില്ല. ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് അല്ലറ ചില്ലറ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ലാഭം ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ എൻജിനീയർ ആക്കിയിട്ട് കാര്യമില്ല. പഠിച്ച മൃഗങ്ങളാക്കണ്ട. ധാർമ്മികത ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിക്കുക. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളെ ഉള്ളിൽ വരുന്ന ചോദ്യം ഇതാ, പഠിച്ചോ? നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞ് വന്നതല്ല. പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്തായിരുന്നു? എനിക്ക് പഠിക്കല്ലോ. നിങ്ങൾക്കോ? സത്യസന്ധമായിട്ട് പറയാലോ, എനിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. ഇതൊക്കെ വീഡിയോയിൽ വരുന്നിട്ടുണ്ട്. ഇയാളെ പഠിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും. എൻ്റെ ഉമ്മ 4ാം ക്ലാസ് വരെ എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ ഉമ്മാനോട് ചോദിച്ചാൽ എപ്പോഴും മനസ്സിലാവും. എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഉള്ളു കിട്ടാത്ത ദിവസം ഉണ്ടാവില്ല. ഒരൊറ്റ ദിവസം ഞാൻ ഡയറി എഴുതൂല. അന്നൊക്കെ ഡയറി എഴുതുന്ന ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഡെയിലി ഡയറി എഴുതണം. ഞാൻ ഡയറി എഴുതൂല. ഉമ്മച്ചിന്നെ പിടിക്കും, പിച്ചും നുള്ളും. ആരോട് പരാതി പറയാനാ? അപ്പാനോടല്ല പരാതി പറയുള്ളത്. ഓല ഉണ്ടാവും ഒന്നാ. പിന്നെ ഇപ്പോൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന മക്കൾക്ക് 1-2 കുട്ടികളുണ്ടാവും. അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ. ബാക്കി എല്ലാ കുട്ടികളും ഇന്നെ പോലത്തെ പഠിക്കാൻ മടിയുള്ള കുട്ടികൾ തന്നെ ആയിരുന്നിരിക്കാം. പിന്നെ ഒരു ബോധം വെക്കണം അല്ലേ? ഒരു ബോധം വെക്കണ പ്രായമാകുമ്പോൾ നമ്മൾ തന്നെ പഠിക്കും. അതിനുള്ള വളവും വെള്ളവും നമ്മൾ കൊടുക്കണം. പക്ഷെ ആ വെള്ളവും വളവും മാത്രം കൊടുത്താൽ മതിയോ? പോരാ അല്ലേ? കുറച്ച് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കണം. കുറച്ച് അണുനാശിനികളും കുറച്ച് നമ്മൾ അടിച്ചു കൊടുക്കണം. അതാണ് ധാർമ്മികത. ഒന്നാമനാവാൻ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ നന്നാവാനും കൂടെ പഠിപ്പിക്കണം. നല്ലവനായിക്കൊണ്ട് ഒന്നാമനായിക്കോട്ടെ, നല്ലവനായിക്കൊണ്ട് അവൻ ഒന്നാമനായി തീരുമാറാവട്ടെ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയാണ് കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത്. ഫോൺ ചെയ്യുമ്പോൾ തന്നെ ഉമ്മാൻ്റെ കുട്ടി എത്ര ജുസായി എന്ന് ചോദിക്കുന്നതിന് പകരം എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ, ഉമ്മാൻ്റെ കുട്ടിക്ക് സങ്കടങ്ങളൊന്നും ഇല്ലല്ലോ,
വിഷമങ്ങളൊന്നും ഇല്ലല്ലോ, ഒക്കെ ഉമ്മാനോട് പറയണം കേട്ടോ. ഉമ്മ ഇപ്പം കൂടെ ഉണ്ട്, എന്ത് സംഭവിച്ചാലും ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ട്. അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മക്കൾ എത്രയും മോശമായിക്കോട്ടെ, നിങ്ങൾ മക്കളെ തള്ളിപ്പറഞ്ഞാൽ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു നിങ്ങളോട് സംസാരിക്കുകയില്ല എന്ന് മാത്രമല്ല, കാരുണ്യത്തോടു കൂടി നോക്കുക പോലും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. തള്ളിപ്പറയാൻ പറ്റൂല. മക്കളാണ്, കുട്ടികളാണ്, സ്വഭാവത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനെ നമ്മൾ ചികിത്സിക്കണം. അതിനുള്ള ചികിത്സ എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. അവിടെ നമ്മളെങ്ങനെ മാറണമെന്ന് ചിന്തിക്കുക. ഒറ്റപ്പെടുത്തലല്ല, കുറ്റപ്പെടുത്തലല്ല, പരാതി പറയലല്ല, അവരെ ഉപേക്ഷിക്കലല്ല മാർഗം. ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കളല്ലേ, നമുക്ക് മക്കളല്ലേ ഉണ്ടാവുള്ളൂ. ഒരുപാട് കേസുകൾ ഞാൻ കാണുന്നതാ. നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മക്കളെ ഒറ്റപ്പെടുത്തുന്നവർ. അവർ പറയും നാട്ടുകാരെന്താ വിചാരിക്കുക, നാട്ടുകാരെന്ത് വിചാരിക്കും, അയൽവക്കക്കാരെന്ത് വിചാരിക്കും, കുടുംബങ്ങൾ എന്ത് വിചാരിക്കും. ഈ നാട്ടുകാരും കുടുംബങ്ങളും അയൽവക്കക്കാരും ഒന്നുമല്ല നമുക്ക് ഉണ്ടാവുക. നമുക്ക് നമ്മളെ മക്കളെ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ മക്കളാണ് ഉണ്ടാവുക. ആ മക്കൾക്ക് ഉമ്മയും വാപ്പയും നമ്മൾ ഒന്നേ ഉള്ളൂ, വേറെ ഉമ്മാനെയും വാപ്പാനും കിട്ടൂല. അതുകൊണ്ട് നമ്മളിൽ നിന്നും കിട്ടുന്നത് നമ്മൾ തന്നെ കൊടുക്കുക. ആ ധാർമ്മികത നമ്മൾ കാണിച്ചു കൊടുക്കുക. സുബഹിക്ക് എണീക്കണം, സുബഹിക്ക് നിസ്കരിക്കണമെന്ന് സുബഹിൻ്റെ നേരത്ത് കട്ടിൽമ കടന്നിട്ടാണോ വാപ്പ ഉപദേശിക്കേണ്ടത്? അല്ല അല്ലേ? മോനെയും കൂട്ടി പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. അല്ലെങ്കിൽ ആ സമയത്ത് എണീറ്റ് നിസ്കരിക്കണ ഉമ്മാനെയല്ലേ കാണേണ്ടത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന്, മൊബൈൽ ഫോൺ തന്നെ കൈ പിടിച്ചിട്ട് നീ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന വാപ്പാനെ കണ്ട ഇതെന്താ, മക്കൾ ഐക്യു കൂടുതലുള്ള കുട്ടികളാ. അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി 1800 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സാണ്, നമുക്ക് അത്രയില്ല. ആ ബ്രെയിൻ കപ്പാസിറ്റിയിൽ വെച്ചിട്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക്സ് യുഗത്തിൽ ജീവിക്കുന്ന മക്കളാ. അവരുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി, ബുദ്ധിയൊക്കെ നമ്മേക്കാളും കൂടുതലാണ്. ഇൻ്റലിജൻ്റാണ് അവർ നമ്മേക്കാളും. സോ അവർ യുക്തിപരമായിട്ട് ചിന്തിക്കും, ഇതെന്തെങ്ങനെ വീട്ടിൽ കാണുന്നതൊന്ന് പറയുന്നതൊന്ന്. അതാണ് ആദ്യം പറഞ്ഞ സംഭവത്തിൽ നടന്നത്. കുട്ടിയെ നിർബന്ധിക്കും, ഫോഴ്സ് ചെയ്ത് നമ്മൾ ചെയ്യിപ്പിക്കും. പക്ഷെ വീട്ടിലത് കാണുന്നില്ല. നമ്മൾ ചെയ്യുന്നത് കുട്ടി കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, അനുഭവിക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് കുട്ടി ചിന്തിക്കും? സ്വാഭാവികമായും ഞാൻ മാത്രം എന്തിന്, ഞാൻ മാത്രം എന്തിന്. നിങ്ങൾക്കറിയില്ലേ, പുറത്തു പോയാൽ ഇത്തരം ചിന്തകളാണുള്ളത്, ഇത്തരം ലഹരികളും ആകർഷണങ്ങളുമാണ് പുറത്ത് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ആ അവസരത്തിൽ വീട്ടിൽ കൂടി അവർക്ക് സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഇല്ല എങ്കിൽ എളുപ്പമാണ് കുട്ടികൾ കേടുന്നു പോകാൻ, എളുപ്പമാണ്. അതുകൊണ്ട് ചേർത്ത് പിടിക്കുക, ചേർത്ത് പിടിക്കുക. എൻ്റെയാണ്, നമ്മുടെയാണ്, നമുക്ക് അവർ മാത്രമേ ഉള്ളൂ, അവർക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാട്ടുകാരെയും കുടുംബങ്ങളെയും കൂട്ടുകാരെയും അല്ല പേടിക്കേണ്ടത്, മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്. അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇൻഷാ അല്ലാ ഏറ്റവും മനോഹരമായ കുടുംബാന്തരീക്ഷം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുമാറാകട്ടെ. ഖുർറത്ത് അയ്ൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലേ. മക്കളും നമ്മുടെ ഇണയും നമ്മുടെ കുടുംബവും ഖുർറത്ത് അയ്നാണ്, കൺകുളിർമയാണ്. സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് ഞാൻ പരീക്ഷണവും അലങ്കാരവുമാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പരീക്ഷണം അത് രണ്ടും തന്നെയാണ്. സമ്പത്തും സന്താനങ്ങളും തന്നെയാണ് ഏറ്റവും വലിയ പരീക്ഷണം. അത് നൽകിക്കൊണ്ടും നൽകാതെയും പരീക്ഷിക്കും. എനിക്ക് തോന്നുന്നു നൽകാതെയുള്ള പരീക്ഷണത്തിനേക്കാളും കുറച്ചും കൂടെ കഠിനമായ പരീക്ഷണം എന്താണെന്നറിയോ? നൽകിക്കൊണ്ടുള്ള പരീക്ഷണമാണ് അല്ലേ. തന്നിട്ടില്ല എങ്കിൽ തന്നില്ലല്ലോ എന്ന വിഷമത്തിൽ നമ്മൾ ക്ഷമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സ്വർഗ്ഗമാണ്. തന്നു കഴിഞ്ഞാൽ ചെറിയ ഉത്തരവാദിത്തമല്ല. ഹബ് ലന എന്നാണ് പരിശുദ്ധ ഖുർആനിൽ മക്കളെ പറ്റി പറയുന്നത്. ഹബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിബ എന്ന് പറയുന്ന വാക്കിൽ നിന്നുണ്ടായതാ. ഹിബ എന്ന് വെച്ചാൽ എന്താ? നല്ല കഥ. ഹിബ എന്ന് വെച്ചാൽ എന്തെന്നെയാളെ? സമ്മാനം. ഹിബ എന്ന് പറഞ്ഞാൽ സമ്മാനാണ്. മക്കളെ കുറിച്ച് അള്ളാഹു പറയുന്നത് മക്കൾ സമ്മാനമാണ് എന്നാ, അനുഗ്രഹം മാത്രമല്ല. എന്താ സമ്മാനത്തിൻ്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സമ്മാനങ്ങൾ നൽകുക. സ്നേഹമുള്ളവർക്കല്ലേ നമ്മൾ സമ്മാനം കൊടുക്കുള്ളൂ അല്ലേ? ഇഷ്ടമില്ലാത്തവരൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കുമോ? ഇല്ല. നമുക്ക് നല്ല ഇഷ്ടം തോന്നുന്ന, സ്നേഹം തോന്നുന്ന ആളുകൾക്ക് നമ്മൾ സമ്മാനങ്ങൾ നൽകും. സർപ്രൈസായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കും അല്ലേ? അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കും. അതുപോലെ പടച്ചോന് അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ മക്കൾ.
അമാനത്താണ് നമ്മുടെ മക്കള്. ആ സമ്മാനങ്ങളെ, ഒരാൾ തന്ന സമ്മാനം നമ്മൾ വലിച്ചെറിയൂല. നമുക്ക് ഉപയോഗമില്ലാത്ത സാധനമാണെങ്കിൽ അത് എടുത്തു വെക്കൂലേ, അല്ലേ? നമുക്കൊരു പക്ഷെ ഉപയോഗമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളടുത്ത് ആ സാധനം ഒരുപാടുണ്ടാവും, എങ്കിലും നമ്മളത് പാത്ത് വെക്കും. എപ്പോൾ? നമുക്ക് ഇഷ്ടമുള്ള ആളാണ് നമുക്ക് തന്നത് എങ്കിൽ. ഇഷ്ടമില്ലാത്ത ആളാണ് തന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിച്ചെറിയും. അല്ലാതെ നമുക്ക് ഇഷ്ടമല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് നമ്മുടെ പടച്ചോനെയാണ്, അള്ളാഹുവിനെയാണ്. ആ അള്ളാഹു നൽകിയ സമ്മാനമാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ട് ആ മക്കളെ നമ്മൾ എറിയൂല. സമ്മാനം എങ്ങനെയാണോ സൂക്ഷിച്ച് വെക്കുന്നത്, എപ്രകാരമാണോ അതിനെ കാത്തു സൂക്ഷിക്കുന്നത്, അതുപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കും. ആ മക്കളാണ് ഖുർറത്ത് അഴീനായി മാറേണ്ടത്, കൺകുളിർമയായി മാറേണ്ടത്. ഇൻഷാ അല്ലാഹ് ഏറ്റവും മനോഹരമായൊരു ദൗത്യത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഉള്ളത്. ആ ദൗത്യം എന്താണോ നിങ്ങളുടെ മനസ്സിലെ നെയ്യത്ത്, ആ നെയ്യത്ത് അതുപോലെ പൂർത്തീകരിച്ചു തരുമാറ് നമ്മുടെ മക്കൾ ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട്, ആ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അവർക്ക് ജീവിതത്തിൽ സ്വായത്തമാക്കിക്കൊണ്ട് ജീവിക്കാൻ അവർക്കും അവരുടെ മാതാപിതാക്കളായ നമ്മൾക്കും സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, വാഹിറ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.